നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്രപരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമദാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യമദാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം ത്രോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദദാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ. പരമഋഷിഭ്യഃ നാരായണ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. നാരായണ. ശ്രീമദ് ഭഗവത്ഗീത സ്വാധ്യായ പരമ്പരയിലേക്ക് ഏവർക്കും സുസ്വാഗതം. രണ്ടാം അധ്യായത്തിലെ 53-ാം ശ്ലോകം വരെയാണ് നമ്മളെത്തി നിൽക്കുന്നത്. 53-ാം ശ്ലോകം വ്യാഖ്യാനിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് പാരായണം ചെയ്തു. അപ്പോൾ നമുക്ക് 45 മുതൽ 53 വരെയുള്ള 9 ശ്ലോകങ്ങൾ ചൊല്ലാം. ആദ്യം ഓം നമോ ഭഗവതേ വാസുദേവായ.
ഓം ശ്രീകൃഷ്ണപരമാത്മനേ നമഃ. അഥ ശ്രീമദ്ഭഗവദ്ഗീതായാം ദ്വിതീയോധ്യായഃ സാഖ്യയോഗഃ. ശ്രീഭഗവാനുവാച ത്രൈഗുണ്യവിഷയാ വേദാഃ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥഃ നിർയോഗക്ഷേമ ആത്മവാൻ യാവാനർത്ഥ ഉദപാനേ സർവതഃ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനതഃ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂഃ മാ തേ സംഗോസ്ത്വകർമ്മണി യോഗസ്ഥഃ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാഫലഹേതവഃ ബുദ്ധിയുക്തോ ജഹാദീഹ ഉഭേ സുകൃതദുഷ്കൃതേ തസ്മാദ് യോഗായ യുജ്യസ്വ യോഗഃ കർമ്മസു കൗശലം കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധവിനിർമുക്താഃ പദം ഗച്ഛന്ത്യനാമയം യദാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തഥാ ഗന്താസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച ശ്രുതി വിപ്രതിപന്നാ തേ യദാ സ്ഥാസ്യതി നിശ്ചലാ സമാധാവചലാ ബുദ്ധിഃ തദാ യോഗമവാപ്സ്യസി. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം, ഒരിക്കൽ കൂടെ സുസ്വാഗതം, ശുഭസായാഹ്നം. ഇപ്പോൾ അർജുനനെ മുൻനിർത്തിക്കൊണ്ട് ഭഗവാൻ ലോകത്തിന് മുഴുവനായിട്ടുള്ള ഒരു ഉപദേശമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഇവിടെ ഈ സന്ദർഭം പ്രവൃത്തിധർമ്മം ഉപദേശിക്കാനാണ് ഭഗവാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തിധർമ്മത്തെ തന്നെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാർത്ഥമായി ചെയ്തുകൊണ്ടിരുന്ന കർമ്മങ്ങളെ ഈശ്വരാർപ്പണമാക്കി നിസ്വാർത്ഥമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. നിസ്വാർത്ഥമായി ചെയ്യുന്ന കർമ്മയോഗത്തെക്കാൾ സ്വാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മം വളരെ നികൃഷ്ടമാണ്, അവരമാണ്. അതുകൊണ്ട് അർജുന, നീ ബുദ്ധൗ ശരണമന്വിച്ച ബുദ്ധിയോഗത്തിൽ അഥവാ സമത്വ ബുദ്ധിയോഗത്തിൽ അഥവാ കർമ്മയോഗത്തിൽ നീ ആശ്രയത്തെ പ്രാപിച്ചാലും കർമ്മയോഗത്തെ അവലംബിച്ചാലും ഇനിയുള്ള നിന്റെ ജീവിതം സ്വാർത്ഥകർമ്മങ്ങൾ കുറച്ചുകൊണ്ട് നിന്റെ എല്ലാ ധർമ്മങ്ങളെയും നിന്റെ കർത്തവ്യകർമ്മങ്ങളെയെല്ലാം ഈശ്വരാർപ്പണം ആക്കി മാറ്റി നോക്കൂ. കൃപണാ ഫലഹേതവഃ. ഫലാസക്തിയോടുകൂടി കർമ്മം ചെയ്യുന്നവരുടെ കാര്യം വളരെ ദൈന്യമാണ്, വളരെ കഷ്ടമാണ്. അതുകൊണ്ട് നീ ഒരു കൃപണൻ ആവാതിരിക്കൂ. നീ നിന്റെ ഈ ജന്മത്തെ ധന്യമാക്കൂ, സഫലമാക്കൂ, ശ്രേഷ്ഠമാക്കൂ. വളരെ നികൃഷ്ടമാക്കി മറ്റ് ജന്തുക്കളെ പോലെ ജീവിക്കാനുള്ളതല്ല എന്നുള്ള വിവേകത്തോടുകൂടി ഈ ജന്മത്തെ നീ മാക്സിമം ഉപയോഗിക്കൂ. അതാണ് ഭഗവാന്റെ ഉപദേശം. അങ്ങനെ കർമ്മയോഗം അനുഷ്ഠിച്ചാൽ എന്താണ് ഫലം? ബുദ്ധിയുക്തോ ജഹാദി ഇഹ ഉബേ സുകൃത ദുഷ്കൃതേ. ഇവിടെ തന്നെ അവൻ പുണ്യപാപങ്ങൾ രണ്ടിനെയും ജഹാദി ഉപേക്ഷിക്കുന്നു, നശിപ്പിക്കുന്നു. പുണ്യപാപ വാസനകൾ രണ്ടും അയാളെ വിട്ട് പോകുന്നു. അതുകൊണ്ട് അർജുന, നീയും യോഗായ യുജ്യസ്വ. തസ്മാത് യോഗായ യുജ്യസ്വ. യോഗത്തിനായിക്കൊണ്ട് നീ തയ്യാറാവൂ, കർമ്മയോഗം അനുഷ്ഠിക്കുവാൻ തയ്യാറാകൂ. ആ യോഗം
അതുതന്നെ കർമ്മങ്ങളിൽ കൗശലത്തെയാണ് യോഗം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സാധാരണ കർമ്മങ്ങളെല്ലാം ബന്ധനാത്മകമായിരിക്കുമ്പോൾ അതേ കർമ്മത്തെ തന്നെ മോക്ഷത്തിന് ആയിക്കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ഇതുവരെ ചെയ്ത കർമ്മങ്ങളെല്ലാം കെട്ടുകൾ മുറുക്കാൻ സഹായിച്ചപ്പോൾ ഇനിമേൽ നീ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ കർമ്മയോഗമാക്കുമ്പോൾ അത് കെട്ടുകൾ അഴിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിയാലും ആ കൗശലമാണ് ഒരേ കർമ്മത്തെ തന്നെ ബന്ധനാത്മകമായ സ്വഭാവമാണതിന്. ആ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് മോക്ഷത്തിനായിക്കൊണ്ട് അതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കൗശലം, സാമർഥ്യം, സ്മാർട്ട്നെസ്. യു ബിക്കം സ്മാർട്ട്. അല്ലെങ്കിൽ തന്നെ നീ സ്മാർട്ടാണ്. ഇവിടെ എന്താണ് യഥാർത്ഥ സ്മാർട്ട്നെസ് എന്നറിഞ്ഞാലും ബന്ധനാത്മകമായ കർമ്മത്തെ ചിത്തശുദ്ധിക്കായി ഉപയോഗിക്കുക, മോക്ഷമാർഗത്തിനായി ഉപയോഗിക്കുക, അതുതന്നെയാണ് ഇവിടുത്തെ കൗശലം. ഇനി ബുദ്ധിയുക്താഹ മനീഷിണഃ, ഈ സമത്വബുദ്ധിയോടുകൂടെ കർമ്മയോഗം അനുഷ്ഠിക്കുന്ന വിവേകികൾ, മനീഷികൾ, അവരെന്ത് ചെയ്യുന്നു? കർമ്മജം ഫലം തെക്വ, കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങളെ ത്യജിച്ചിട്ട് ജന്മബന്ധ വിനിർമുക്താഹ, ജന്മമാകുന്ന ജന്മപരമ്പരകളാകുന്ന ബന്ധനങ്ങളിൽ നിന്ന് നന്നായി മുക്തരായിട്ട്, വിശേഷേണ നിതരാം മുക്തന്മാരായിട്ട്, സംസാര ബന്ധങ്ങളിൽ നിന്ന് പരിപൂർണ മുക്തന്മാരായിട്ട് പദം ഗച്ഛന്തി അനാമയം, അവർ അനാമയമായ ദുഃഖരഹിതമായ ക്ലേശരഹിതമായ ആ ഒരു പദത്തെ, ധ്രുവപദത്തെ അവർ പ്രാപിക്കുന്നു, മോക്ഷപദത്തെ പ്രാപിക്കുന്നു. എപ്പോഴാണോ നീ നിന്റെ ബുദ്ധി ഈ മോഹകലിലങ്ങളെ മുഴുവൻ അതിക്രമിക്കുന്നത്, യഥാർത്ഥ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി, നിന്റെ ബുദ്ധി മോഹകലിലത്തെ അതിക്രമിക്കുന്നത്, വ്യതിതരിക്കുന്നത്, വിശേഷേണ അതിതരണം ചെയ്യുന്നത്. അപ്പം നിന്റെ ഉള്ളിലുള്ള മോഹകാലുഷ്യങ്ങൾ, മോഹകൽമഷങ്ങൾ എന്ന് വെച്ചാൽ കൺഫ്യൂഷനുകൾ, തെറ്റിദ്ധാരണകൾ, എല്ലാ അജ്ഞാനത്തിൻ്റെ സന്തതികളെയും തരണം ചെയ്യണം നിന്റെ ബുദ്ധി, വിവേകബുദ്ധി. അപ്പോൾ നീ നിർവേദം ഗന്ധാസി, നിർവേദത്തെ പ്രാപിക്കും. ശ്രോതവ്യസ്യ ശ്രുതസ്യ, ഇതുവരെ കണ്ടതും കേട്ടതുമായിട്ടുള്ളതും ഇനി കാണാനും കേൾക്കാനുമുള്ളതുമായിട്ടുള്ള ഒന്നിലും തന്നെ നിനക്ക് താല്പര്യം ഇല്ലാതെയാവും, എല്ലാറ്റിലും വിരക്തി ഉണ്ടാകും. കാരണം ഒന്നുകൊണ്ടും നിനക്കൊന്നും പ്രത്യേകിച്ച് നേടാനില്ല എന്നുള്ള ബോധം നിന്നിൽ ഉറയ്ക്കും. ഏതെങ്കിലും ലൗകിക വിഷയങ്ങൾ നമുക്ക് സുഖം തരും എന്നുള്ള ആശ്രയഭാവം ആ വിഷയങ്ങളോടുണ്ടായാൽ അപ്പോൾ അത് നമുക്ക് ദുഃഖകാരണമാകുന്നു, ബന്ധകാരണമാകുന്നു. അപ്പോൾ ഒരു വിഷയത്തിലും ഒരു തരത്തിലുള്ളതായിട്ടുള്ള ആസക്തിയുമില്ലാത്ത ആ ഒരു നിർവേദാവസ്ഥയെ, സ്വാതന്ത്ര്യത്തെ ബന്ധിക്കാൻ കഴിയില്ല. നീ പൂർണ്ണമായിട്ട് എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായിത്തീരും. യഥാർത്ഥ മോഹകലിലം ബുദ്ധിർ വ്യതിതരിഷ്യതി തഥാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. ശ്രുതി വിപ്രതിപന്നാതേ യഥാസ്ഥാസ്യതി നിശ്ചല സമാധൗ അചലാ ബുദ്ധി തഥാ യോഗം അവാപ്സ്യസി. അപ്പോൾ എപ്പോഴാണോ നിന്റെ ബുദ്ധിയിലെ ആ കാലുഷ്യങ്ങളെല്ലാം നീങ്ങി ആ ബുദ്ധി നിശ്ചലമായിരിക്കുന്നത്, സമാധിയിൽ അചലമായിരിക്കുന്നത്, ഇളകാതിരിക്കുന്നത്, ആത്മാവിൽ ഉറയ്ക്കുന്നത് എന്നർത്ഥം. അപ്പോൾ തഥാ യോഗം അവാപ്സ്യസി, നീ ആ യോഗാവസ്ഥയെ പ്രാപിച്ചു എന്ന് പറയാം. നീ യോഗത്തിൻ്റെ ആ സമാധി എന്ന് പറയുന്ന ലക്ഷ്യത്തെ പ്രാപിച്ചു എന്ന് പറയാം. അപ്പം നിന്റെ ബുദ്ധി എപ്പോഴാണോ ആ ആത്മതത്വത്തിൽ ഉറയ്ക്കുന്നത്, സമാധൗ അചലാ നിശ്ചലാ യഥാസ്ഥാസ്യതി, എപ്പോഴാണോ നിശ്ചലമായി ഉറയ്ക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ ബുദ്ധി പലതും കണ്ടതും കേട്ടതുമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ആസക്തിയുള്ളതാണ്, വിപ്രതിപന്നയാണ്. വിപ്രതിപന്നം നല്ലതുപോലെ പ്രതിപത്തി ഉള്ളതാണ്. വിശേഷേണയുള്ള പ്രതിപത്തിയോടുകൂടിയത് വിപ്രതിപന്ന പ്രതിപന്ന എന്ന് പറഞ്ഞാൽ അതെ,
ശ്രുതി വിപ്രതിപന്ന, ഇതുവരെ വേദങ്ങളിൽ നിന്നും മറ്റ് പല ശാസ്ത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കേട്ടതുമായിട്ടുള്ള വിഷയങ്ങളിൽ നിനക്ക് പ്രതിപത്തിയുള്ളതായിരിക്കണോ ബുദ്ധി. ആ ബുദ്ധി അതിൽ നിന്നെല്ലാം പ്രതിപത്തി വിട്ട് എപ്പോഴാണോ നിശ്ചലവും അചലവുമായി ആത്മബോധത്തിൽ ഉറയ്ക്കുന്നത്, ആത്മതത്വത്തിൽ ഉറയ്ക്കുന്നത്, സമാധൗ അചലാ ബുദ്ധി തഥാ യോഗം അവാപ്സ്യസി, അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും. അപ്പം നിന്റെ ബുദ്ധിക്ക് യാതൊരു കാമവുമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവണം. ബുദ്ധിയിൽ കാമങ്ങൾ ഉദിക്കാത്ത അവസ്ഥ. കാമങ്ങളാണ് ബുദ്ധിയിലെ അസ്വസ്ഥതകൾ. ബുദ്ധിയിലാണ് കാമത്തിൻ്റെ ജനനം. നമ്മുടെ ബുദ്ധിയിലാണ് ആഗ്രഹങ്ങൾ ഉദിക്കുന്നത്. അപ്പോൾ ആ ബുദ്ധി ആഗ്രഹങ്ങൾ ഉദിക്കാത്ത സ്വസ്ഥമായ ശാന്തമായ ഒരവസ്ഥയെ പ്രാപിക്കുകയാണ്. അതാണ് നിശ്ചല അചല സ്ഥാസ്യതി എന്ന് പറയുന്നത്. നിശ്ചലവും അചലവുമായി സ്ഥിതി ചെയ്യുന്നത്, ഇളകാതിരിക്കുന്നത്, ഒരു വിക്ഷോഭവും ഇല്ലാതിരിക്കുന്നത്. അല്ലേ? ഭഗവാന്റെ മഹാദേവന്റെ മനസ്സുപോലെ ശാന്ത സമാധിനിഷ്ഠമായിരിക്കുന്നത്. മഹാദേവൻ ശാന്ത ഗംഭീരനായി സമാധിനിഷ്ഠനായിരിക്കുന്നു. ആ മഹാദേവനെ കാമദേവൻ പോലും അദ്ദേഹത്തിൻ്റെ തപസ്സിൽ നിന്ന് ഇളക്കാൻ ശ്രമിച്ചപ്പോൾ കാമദേവൻ ഭസ്മമായി പോയി. അങ്ങനെയുള്ള ആ ഭഗവാനെ പോലും ഒന്നിളക്കി നമ്മുടെ അല്ലേ, ശങ്കര ഭഗവാനെ പോലും മോഹിപ്പിച്ചു മോഹിനി വിഷ്ണുമായ. അപ്പോൾ ആ ഒരു മായ കൊണ്ടുപോലും ഇളകാത്തൊരവസ്ഥ, മോഹിനികളാലൊന്നും ഇളകാത്തതായിട്ടുള്ളൊരവസ്ഥ. അതാണ് നിശ്ചലാസ്ഥാസ്യതി അചലാസ്ഥാസ്യതി, അചലവും നിശ്ചലവുമായി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും. തഥാ യോഗം അവാപ്സ്യസി. ഇത് അക്ഷരാർത്ഥം നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഭാഷ്യത്തിലൂടെ കാണാം. ശ്രുതി വിപ്രതിപന്നാത്തെ യഥാസ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധി തഥാ യോഗം അവാപ്സ്യസി. സമാധൗ അചല, അത് സന്ധി വന്നപ്പോഴാണ് സമാധാവചല എന്നായത്. ഔ പ്ലസ് ആവ എന്നായി മാറും. സമാധൗ എന്നുള്ളതിൻ്റെ ഔ, അചല എന്നുള്ളതിൻ്റെ ആ രണ്ടും കൂടി സന്ധി വന്ന് സമാധാവചല എന്നായി മാറി. അപ്പോൾ സമാധൗ പ്ലസ് അചല. സമാധൗ സമാധിയിൽ, അചല നിശ്ചല സ്ഥാസ്യതി, ഇളകാത്തതായിട്ട് നിശ്ചലമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും. അപ്പോൾ അചല നിശ്ചല എന്നൊക്കെ 2 പ്രാവശ്യം ഒരേ അർത്ഥത്തിൽ പദങ്ങൾ പ്രയോഗിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനിവിടെ ആചാര്യ ഭഗവത്പാദര് ഭാഷ്യത്തിലൂടെ നമുക്ക് പറഞ്ഞു തരും. എന്തുകൊണ്ട് 2 പ്രയോഗം, ഒന്ന് അചലാമെന്നും മറ്റൊന്ന് നിശ്ചല എന്നും. രണ്ടും ഒന്ന് തന്നെയല്ലേ അർത്ഥം. ഭഗവാൻ എന്താ ഈ പദങ്ങൾ ആവർത്തിക്കണത്? ഭഗവാന് ആശയദാരിദ്ര്യമുണ്ടോ? ആശയദാരിദ്ര്യമുള്ളപ്പോഴാണ് ഒരേ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ധാരാളം പറയാനുള്ള ആളുകൾക്ക് ഉള്ളിൽ നിന്ന് ആശയങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഒരിക്കൽ പറയാൻ തന്നെ സമയമില്ല, ഓടിക്കൊണ്ടാ പറയുക, അല്ലേ? ഇപ്പോൾ ഇവിടെ ഭഗവാൻ ഒരേ കാര്യത്തെ 2 പദം കൊണ്ടൊക്കെ പ്രയോഗിക്കണോ, അചല നിശ്ചല എന്നൊക്കെ എന്നാണെങ്കിൽ അതിന് 2നും 2 അർത്ഥം. അതൊക്കെ നമുക്കിവിടെ നോക്കാം. ഭാഷ്യകാരൻ എന്ത് പറയണോ നോക്കാം. ശ്രുതി വിപ്രതിപന്ന അനേക സാധ്യ സാധന സംബന്ധ പ്രകാശന ശ്രുതിഭിഹി ശ്രവണൈഹി വിപ്രതിപന്ന, അല്ലെങ്കിൽ പ്രവൃത്തി നിവൃത്തി ലക്ഷണൈഹി വിപ്രതിപന്ന, നാനാ പ്രതിപന്ന ശ്രുതി വിപ്രതിപന്ന വിക്ഷിപ്ത സദീ തേ തവ ബുദ്ധി യഥാ യസ്മിൻ കാലേ സ്ഥാസ്യതി സ്ഥിരീഭൂതാ ഭവിഷ്യതി നിശ്ചല വിക്ഷേപ ചലനവർജിത സതി സമാധൗ സമാധീയതേ ചിത്തം അസ്മിന്നിതി സമാധിഃ ആത്മാ തസ്മിൻ ആത്മനി ഇത്യേതത്
അചലാ തത്രാപി വികൽപവർജിതാ ഇത്യേതത് ബുദ്ധിഃ അന്ധഃകരണം തദാ തസ്മിൻ കാലേ യോഗം അവാപ്സ്യസി വിവേകപ്രജ്ഞാം സമാധിം പ്രാപ്സ്യസി. എന്താണ് ശ്രുതി വിപ്രതിപന്ന? എന്താണ് ശ്രുതി വിപ്രതിപന്ന? അനേക സാധന സംബന്ധ പ്രകാശന ശ്രുതിഭിഃ ശ്രവണൈഃ വിപ്രതിപന്ന നാനാ പ്രതിപന്ന ശ്രുതി വിപ്രതിപന്ന വിക്ഷിപ്ത സതി. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അർത്ഥം പറഞ്ഞത് അവസാനമാണ്. ശ്രുതി വിപ്രതിപന്ന എന്നുള്ളതിന് ഏറ്റവും കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞു വിക്ഷിപ്ത സതി. വിക്ഷിപ്ത എന്ന് പറഞ്ഞാൽ വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്, അജിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അജിറ്റേഷനുള്ള കാരണം എന്താണ്? കാമം തന്നെയാണ്. ബുദ്ധിക്ക് ചലനത്തിന് കാരണം കാമമാണ്. ബുദ്ധിയിലാണ് ഡിസയേഴ്സൊക്കെ ഉണ്ടാകുന്നത്. കാമങ്ങൾ, ആഗ്രഹങ്ങൾ ജനിക്കുന്നത് ബുദ്ധിയിലാണ്. ബുദ്ധി അതിനുള്ളൊരു ഫാക്കൽറ്റിയാണ്. ബുദ്ധി എന്നുള്ളത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു വളരെ എന്താ പറയുക, അമൂല്യമായിട്ടുള്ള, അത്ഭുതകരമായിട്ടുള്ള, ആശ്ചര്യകരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്, ഒരു നിധിയാണ്, ഒരു ഭാഗ്യം കൂടിയാണ്, ഒരു പ്രിവിലേജാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ബുദ്ധി. ഈ ബുദ്ധിയിലാണ് പുതിയ 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 ആഗ്രഹങ്ങൾ ജനിക്കുന്നത്. അങ്ങനെ ബുദ്ധികളിൽ ഓരോരുത്തരുടെ ബുദ്ധിയിലും ആഗ്രഹങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ ലോകത്തിൽ കാണുന്ന വൈവിധ്യങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും സൗകര്യങ്ങളും ഒക്കെ വർദ്ധിച്ച് 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 വന്നത്. അപ്പോൾ മനുഷ്യബുദ്ധി ഇങ്ങനെ പുതിയ പുതിയ ആഗ്രഹങ്ങൾ ജനിക്കുന്നതാണ്. എപ്പോഴും എന്താ പറയുക, ഫലഭൂയിഷ്ടമാണ് മനുഷ്യരുടെ ബുദ്ധി. മറ്റ് കൃഷിസ്ഥലങ്ങൾ പോലെ മുരടിച്ചു പോകുന്നതല്ല. എപ്പോഴും പുതിയ 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 ആഗ്രഹങ്ങൾ ജനിക്കുന്ന വിളഭൂമിയാണ്. അപ്പോൾ കാമദേവൻ്റെ ഇരിപ്പിടമാണ് ബുദ്ധി. കാമദേവനാണ് അവിടുത്തെ അധിഷ്ഠാന ദേവത. നമ്മുടെ ബുദ്ധിയുടെ ഒരു അധിഷ്ഠാന ദേവത എന്ന് വേണമെങ്കിൽ പറയാം, കാമദേവനാണ്. നമ്മുടെ കൃഷ്ണാവതാരത്തിൽ ശ്രീകൃഷ്ണൻ, സംഘർഷണൻ, വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ഇങ്ങനെ 4 പേരെക്കുറിച്ച് പ്രത്യേകമായിട്ട് പരാമർശിക്കും. ഇത് വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള ഒരു ആരാധന, ഒരു സമ്പ്രദായമാണ്. ചതുർവ്യൂഹ ഉപാസന എന്നാണ് ഇതിനെ പറയുക. ചതുർവ്യൂഹ ഉപാസന. 4 വ്യൂഹങ്ങളാണ്, ഒരു സമൂഹമാണിത്. 4 പേര് ആരൊക്കെയാണ്? വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. വാസുദേവൻ കൃഷ്ണൻ തന്നെ, സംഘർഷണൻ ബലരാമൻ കൃഷ്ണൻ്റെ ജ്യേഷ്ഠൻ, പ്രദ്യുമ്നൻ കൃഷ്ണൻ്റെ മൂത്ത പുത്രൻ, രുക്മിണിയുടെ പുത്രനാണ് പ്രദ്യുമ്നൻ, അനിരുദ്ധൻ പ്രദ്യുമ്നൻ്റെ പുത്രൻ, അല്ലേ? അനിരുദ്ധൻ പ്രദ്യുമ്നൻ്റെ പുത്രൻ. പ്രദ്യുമ്നന് രുക്മിയുടെ മകളായ രോചനയിൽ ഉണ്ടായ പുത്രനാണ് അനിരുദ്ധൻ. ഇവരെ 4 പേരെയും പ്രത്യേകമായിട്ട് ഉപാസിക്കാൻ ചതുർവ്യൂഹ ഉപാസന എന്ന് പറയും. എന്താ അതിൻ്റെ തത്വം? ഈ 4 ഭഗവാന്റെ 4 ഭാവങ്ങളാണ്, 4 വിഭൂതികളാണ്, 4 തത്വങ്ങളാണ്. വാസുദേവൻ എന്ന് പറയുന്നത് നമ്മുടെ അന്ധക്കരണം 4ആണ്. നമുക്ക് അന്ധക്കരണം 4 ഫങ്ഷൻ ചെയ്യുന്നത് കൊണ്ട് 4 ആക്കി പറയുന്നു. ഒരു അന്ധക്കരണമാണെങ്കിലും അതിന് 4 മുഖങ്ങളാണ്, 4 ഫങ്ഷനാണ്. ഓരോരോ ഫങ്ഷൻ ചെയ്യുമ്പോൾ അതിന് ഓരോ പേര്. അപ്പോൾ അന്ധക്കരണത്തിനെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം 4 ആക്കി പറയും. എന്തൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇത് 4 കൂടി ഒന്നാണ് അന്ധക്കരണം എന്ന് പറയുമ്പോൾ. അതിനെ തന്നെ 4 ആക്കി വിഭജിച്ച് പറയുകയാണ്. സങ്കല്പ വികല്പങ്ങൾ ചെയ്യുമ്പോൾ മനസ്സ്, നിശ്ചയം ചെയ്യുമ്പോൾ ബുദ്ധി, ചിന്തനകർത്തൃ എന്ന് വച്ചാൽ സ്മരണകൾ നിലനിർത്തുന്നത്
ഓർമ്മകൾ സ്റ്റോർ ചെയ്യുന്നത് ചിത്തത്തിലാണ്. അഹങ്കാരം, അഹങ്കർത്ത, അഹങ്കാര, ദ ഡൂവർഷിപ്പ്, ഈ പറഞ്ഞ എല്ലാ ആക്ടിവിറ്റീസിനെയും ഏകോപിപ്പിക്കുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന ലീഡറാണ് അഹങ്കാരം. എല്ലാറ്റിൻ്റെയും ലീഡർ അഹങ്കാരമാണ്. ഈ അഹങ്കാരം ഇല്ലെങ്കിൽ മറ്റതൊന്നും പ്രവർത്തിക്കില്ല അധികം. മറ്റുള്ളവരെയൊക്കെ പ്രേരിപ്പിക്കുന്നത് ലീഡറാണ് അല്ലേ? ഓരോ സ്ഥാപനത്തിലും ഒരു ലീഡർ ഉണ്ടാവണം. ആ ലീഡർ വളരെ ആക്റ്റീവാണെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവരൊക്കെ ആക്റ്റീവായിരിക്കുള്ളൂ. ആ ലീഡറിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും ബാക്കി അനുയായികളുടെ സ്വഭാവവും. ലീഡർ ഒരു എന്താ പറയുക, മന്ദബുദ്ധിയും ഒരു ഉന്മേഷവും ഇല്ലാത്തൊരു മണക്കൂസനാണെങ്കിൽ അണികളും തദൈവ, യഥാ രാജ തഥാ പ്രജ എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ അന്ധകരണങ്ങളുടെ ലീഡറാണ് നമ്മുടെ അഹങ്കാരം. അപ്പോൾ ഈ അഹങ്കാരമാണ് ഓരോന്നിന് പ്രേരിപ്പിക്കുന്നത്. അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് നേടണം, ഇത് നേടണം, അവിടെ എത്തണം, ഇവിടെ എത്തണം, ഞാൻ അങ്ങനെയാവണം, ഇങ്ങനെയാവണം എന്നൊക്കെ. കർത്തൃത്വവും ഭോക്തൃത്വവും ഇത് രണ്ടും അഹങ്കാരമാണ്. അപ്പോൾ ഇത് പ്രബലമാണെങ്കിൽ അതിനനുസരിച്ച് പ്രവൃത്തികൾ. അപ്പോൾ ഇങ്ങനെ 4 നമ്മുടെ ഉള്ളിൽ ഫങ്ഷൻ, ഈ അന്ധകരണത്തിൻ്റെ ഫങ്ഷൻ. ഈ 4ൻ്റെയും ഓരോ ദേവതകളായിട്ടാണ് ഈ 4 പേരെയും സങ്കല്പിക്കുന്നത്. വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ. വാസുദേവൻ എന്ന് പറഞ്ഞാൽ ചിത്തത്തിൻ്റെ അധിഷ്ഠാന ദേവതയായിട്ടാണ്. ചിത്തം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഓർമ്മകൾ, സ്മരണകൾ, അറിവുകൾ, ഇത്രയും കാലമായിട്ട് നമ്മൾ ആർജിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ്, ഡാറ്റാസ്, എല്ലാ ചിത്തം എന്നുള്ളത് മെമ്മറിയാണ് ഫങ്ഷൻ. ആ ചിത്തം, മെമ്മറി നമുക്ക് നിലനിൽക്കണമെങ്കിൽ വാസുദേവൻ്റെ അനുഗ്രഹം വേണം. വാസുദേവൻ വിഷ്ണുവാണല്ലോ. വിഷ്ണുവിൻ്റെ പ്രവൃത്തി എന്താണ്? സ്ഥിതിയാണ്, പ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പാണ്, പ്രപഞ്ചത്തെ പരിപാലിക്കലാണ്. അപ്പോൾ വാസുദേവൻ, വിഷ്ണു ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ ഈ ഓർമ്മകളുടെ പ്രപഞ്ചത്തെ നിലനിർത്തണം. ഈ സ്മൃതികളുടെ, അറിവുകളുടെ, ജ്ഞാനത്തിൻ്റെ പ്രപഞ്ചത്തെ നിലനിർത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രവൃത്തികൾ പരസ്പര ബന്ധമുള്ളതായിരിക്കുള്ളൂ. ഓർമ്മയില്ലാത്തവരുടെ പ്രവൃത്തികൾ നമുക്കറിയാലോ. ചിത്തഭ്രമം പിടിപെട്ടവരുടെ അവസ്ഥ. ചിത്തഭ്രമം പിടിപെട്ടവർക്ക് മുന്നും പിന്നും ഒന്നുമില്ല. മുമ്പിൽ നിൽക്കുന്നത് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ചിലപ്പോൾ അറിഞ്ഞില്ല എന്ന് വരും. അപ്പോൾ ഈ അറിവുകളെയെല്ലാം വേണ്ട രീതിയിൽ അടുക്കി ഫയൽ ചെയ്ത് സൂക്ഷിക്കാൻ ഈ ചിത്തത്തിന് നല്ല സാമർഥ്യം ഉണ്ടാവണം. അത് വിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, വാസുദേവൻ്റെ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത്. അപ്പോൾ ആ അറിവെല്ലാം നല്ല അറിവുമായി മാറണം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. കൃത്യമായിട്ടുള്ള അറിവായിരിക്കണം, ശരിയായ ഇൻഫർമേഷൻ ആയിരിക്കണം. ആ വാസുദേവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഈ ചിത്തത്തിൽ നമുക്ക് ഈ അറിവുകൾ, ഓർമ്മകൾ, സ്മൃതി, ജ്ഞാനം എല്ലാം വേണ്ടതുപോലെ നിലനിൽക്കുള്ളൂ. വാസുദേവൻ്റെ അനുഗ്രഹം വേണം. അതല്ലെങ്കിൽ നമ്മൾ ചിത്തഭ്രമം പിടിപെട്ടവരായിരിക്കും, ഓർമ്മയില്ലാത്തവരും ചിത്തഭ്രമം പിടിപെട്ടവരും. അപ്പോൾ വാസുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും. എന്ന് വെച്ചാൽ തെറ്റായ അറിവുകൾ ഓർമ്മിച്ച് വെക്കുന്ന ആളുകളുണ്ട്. അതല്ല വേണ്ടത്, അതിനെ നല്ല വെളിച്ചത്തിൽ കാണണം. വാസുദേവ സർവമിതി ഈശാവാസ്യമിതം സർവം. ആ അറിവും കൂടി അതിൻ്റെ കൂടെ വെളിച്ചം ഉണ്ടാവണം. ശരിയായ വെളിച്ചത്തിലുള്ള അറിവുകളായിരിക്കട്ടെ നമ്മുടെ ഓർമ്മകളിൽ, നമ്മുടെ ഡാറ്റകളായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. നമ്മുടെ ഡാറ്റകൾ കറപ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും കറപ്റ്റഡ് ആയിരിക്കും. അപ്പം നമ്മുടെ ഉള്ളിൽ നല്ല ഡാറ്റകൾ ഉണ്ടാവട്ടെ, അതിന് ഭഗവാൻ വാസുദേവൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ സംഘർഷണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അഹങ്കാരത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ്. ബലരാമസ്വാമി സംഘർഷണനാണ്, ആദിശേഷനാണ്. ആദിശേഷൻ അഹങ്കാരത്തിൻ്റെ മൂർത്തിയാണ്, രുദ്രൻ്റെ അംശം, അല്ലെങ്കിൽ രുദ്രൻ സംഘർഷണൻ്റെ അംശം. വൈഷ്ണവന്മാർക്ക് സംഘർഷണനാണ് വലുത്, രുദ്രൻ അതിൻ്റെ അംശം. ശൈവന്മാർക്ക് രുദ്രൻ്റെ അംശമാണ് സംഘർഷണൻ. രണ്ടുപേരും അഹങ്കാര തത്വങ്ങളാണ്. രുദ്രനാവട്ടെ സംഘർഷണനാവട്ടെ അഹങ്കാര തത്വമാണ്, തമോ ഗുണപ്രധാനമാണ്.
വാസുദേവൻ സത്വഗുണപ്രധാനമാണ്. സത്വഗുണപ്രധാനമായാലേ നല്ല വെളിച്ചത്തിലുള്ള ശരിയായ അറിവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അഹങ്കാരം തമസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആവശ്യത്തിന് വേണം പ്രവൃത്തിയെടുക്കാൻ. അഹങ്കാരം ഇല്ലാത്തവർക്ക് പ്രവൃത്തി ഇല്ലാതാവും. അഭിമാനമുണ്ടെങ്കിലേ നമ്മൾ ഓരോ പ്രവൃത്തികൾ ചെയ്യുള്ളൂ. കർത്തൃത്വഭാവം ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ നമ്മൾ ജീവൻ മുക്തന്മാരാവുന്നത് വരേക്കും, ആത്മജ്ഞാനികളാവുന്നത് വരേക്കും നമ്മുടെ ഉള്ളിൽ ഈ അഹങ്കാരത്തിൻ്റെ നല്ല അനുഗ്രഹം ഉണ്ടാവണം. ഒരു നല്ല അനുഗ്രഹം. അഹങ്കാരം ഒരു പ്രിവിലേജാണ് നമുക്ക്. അഹങ്കാരത്തെ നമ്മൾ പൂർണ്ണമായി നശിപ്പിക്കേണ്ട കാര്യമില്ല, നശിപ്പിക്കാൻ സാധിക്കില്ല. അഹങ്കാരത്തെ അഹങ്കാരത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണ് വേണ്ടത്. അതിന് സംഘർഷണമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, രുദ്രൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കാരണം അഹങ്കാരത്തെ നശിപ്പിക്കാനാവില്ല. കാരണം എന്താ അറിയോ, ഈശ്വര സൃഷ്ടിയാണത്. ഈ പറഞ്ഞ 4 അന്ധകരണങ്ങളും ഈശ്വര സൃഷ്ടിയാണ്. അതിനെ നമ്മൾ നശിപ്പിക്കേണ്ട ആവശ്യമില്ല, അതിനെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിന് ഉപയോഗിക്കുക, വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ കർത്തൃത്വം, ഡുവർഷിപ്പ്, ഇത് ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു സെൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെങ്കിൽ അതിന് അഹങ്കാരത്തിൻ്റെ അനുഗ്രഹം വേണം. അതിൻ്റെ ദേവതയായ സംഘർഷണമൂർത്തി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ശരിയായ അഹങ്കാരമായിരിക്കണം. എന്തായിരിക്കണം അഹങ്കാരത്തിൻ്റെ യഥാർത്ഥ രീതി? എങ്ങനെയാണോ ബലരാമസ്വാമി ശ്രീകൃഷ്ണസ്വാമിയെ സേവിച്ചത്, എങ്ങനെയാണോ ലക്ഷ്മണൻ രാമനെ സേവിച്ചത്, ഇതേ ആളുകൾ തന്നെയാണ് അവിടെയും. രാമൻ തന്നെയാ കൃഷ്ണൻ, കൃഷ്ണൻ തന്നെയാ രാമൻ, ബലരാമൻ തന്നെയാ ലക്ഷ്മണൻ, അല്ലേ? അപ്പോൾ ലക്ഷ്മണൻ എങ്ങനെയാ രാമനെ നിഴലുപോലെ സേവിച്ചുകൊണ്ട് നടന്നത്, രാമനെ അനുസരിച്ചുകൊണ്ട് നടന്നത്, രാമൻ്റെ കയ്യും കാലുമായിട്ട് പ്രവർത്തിച്ചത് ആരാ? രാമൻ്റെ കയ്യും കാലുമായിട്ട് പ്രവർത്തിച്ചത് ലക്ഷ്മണൻ. അപ്പം അതുപോലെ ലക്ഷ്മണൻ അഹങ്കാരതത്വമാണ്, രാമൻ ആത്മതത്വമാണ്. അപ്പം എങ്ങനെയാണോ ലക്ഷ്മണൻ രാമനെ സേവിച്ചത്, എങ്ങനെയാണോ ബലരാമൻ ശ്രീകൃഷ്ണനെ സേവിച്ചത്, അതുപോലെ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം ആത്മതത്വത്തെ സേവിക്കട്ടെ, അഹം തത്വത്തെ സേവിക്കട്ടെ. അപ്പം അതുപോലെ പ്രദ്യുമ്നൻ കാമദേവൻ്റെ അവതാരമാണ്, കാമദേവൻ്റെ അംശമാണ്. ഭഗവാന്റെ പുത്രനായിട്ട് ജനിച്ച പ്രദ്യുമ്നൻ. അപ്പോൾ ഭഗവാന്റെ അംശം തന്നെയാണ് കാമം. ഭഗവാൻ ഗീതയിൽ ഇനി പറഞ്ഞു തരും 7-ാം അധ്യായത്തിലൊക്കെ, ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. എല്ലാ ജീവജാലങ്ങളിലും കാമം ഞാനാകുന്നു. എൻ്റെ ഒരു പ്രകടനം തന്നെയാണ് കാമം, എൻ്റെ ഒരു അംശമാണ് കാമം, എൻ്റെ അനുഗ്രഹമാണ് കാമം. കാരണം കാമമില്ലെങ്കിൽ ഈ ലോകം നിലനിൽക്കില്ല, ഒരു വസ്തുവും നിലനിൽക്കില്ല, നമ്മുടെ ശരീരം നിലനിൽക്കില്ല. എൻ്റെ ശരീരം നിലനിൽക്കണം എന്നുള്ള ഒരു സങ്കല്പമെങ്കിലും നമുക്കുണ്ടെങ്കിലേ നമ്മൾ ആ ശരീരത്തിന് വേണ്ട ഭക്ഷണവും വേണ്ട പോഷകങ്ങളൊക്കെ കൊടുത്ത് അതിനെ നിലനിർത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എപ്പോൾ എനിക്ക് ജീവിച്ചിരിക്കണം എന്നുള്ള കാമം പോയോ അതോടുകൂടി ഈ ശരീരം തളരാൻ തുടങ്ങും, ഡിസിൻറ്റഗ്രേറ്റഡ് ആവും. പ്രാണനും ശരീരവും തമ്മിൽ ഒരു ഐക്യമില്ലാതെയാവും. പതുക്കെ ഓരോന്നും അതിൻ്റെ വഴിക്ക് പോകും. അപ്പം നമ്മൾ സങ്കല്പത്തോടുകൂടെ എനിക്ക് ജീവിച്ചിരിക്കണം എന്നുള്ള താല്പര്യം ഉള്ളത് വരയ്ക്ക്, ആ കാമം ഉള്ളത് വരയ്ക്ക് ഈ ശരീരം നിലനിൽക്കാനുള്ളൊരു ശ്രമം ഉണ്ടാവുള്ളൂ. എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവിക്കാനുള്ള കൊതി പോകുന്നത്, അതോടുകൂടി അധികം താമസിയാതെ മരണം അടുത്തു വരും. പലരും വയസ്സായിട്ടും 90 ജീവിച്ചിരിക്കുന്നത്
പല അസുഖങ്ങളുണ്ടായിട്ടും ജീവിച്ചിരിക്കുന്ന അവരുടെ ഉള്ളിൽ നിന്ന് ആ ജീവിച്ചിരിക്കാനുള്ള കൊതി പോകാത്തത് കൊണ്ടാണ്, പലതും അനുഭവിച്ച് തീരാത്തത് കൊണ്ടാണ്. ഇനിയും ഇനിയും പലതും അനുഭവിക്കണമെന്നുള്ള അവരുടെ ഉള്ളിലുള്ള ആ കൊതി ഉള്ളിൽ കിടക്കുന്നത് കൊണ്ടാണ് തീരെ വയ്യാതായിട്ടും കോമാ സ്റ്റേജിൽ പോലും പലരും കടന്നു പോകുന്നത്. മാസങ്ങളോളം ചിലപ്പോൾ ബോധമില്ലാതെയൊക്കെ കിടക്കും. പക്ഷെ അവരുടെ എന്താ പറയുക, അൺകോൺഷ്യസിൽ ജീവിക്കാനുള്ള കൊതിയുണ്ട്. അതെപ്പോൾ വിട്ടോ അപ്പോൾ പോകും. അതുകൊണ്ടാണ് മഹാത്മാക്കളൊക്കെ നേരത്തെ പോകുന്നത്. അവർക്ക് ജീവിക്കാനുള്ള കൊതി പോലും ഇല്ലാതായി. അതുകൊണ്ട് അവരുടെ ശരീരം വേഗം വീണു പോകും. ഇതൊക്കെ തത്വം. അപ്പോൾ ഈ കാമം എന്നുള്ളത് ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമാണ്, ഒരു അംശമാണ്. പ്രദ്യുമ്നൻ എന്നത് ഭഗവാന്റെ പുത്രനായി ജനിച്ചു, കാമന്റെ അംശമായിട്ട്. ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയാണ്. പ്രകർഷേണ പ്രകാശിക്കുന്നവൻ എന്നാണ്. പ്രകർഷേണ ദ്യോതമാനത്വാത് പ്രദ്യുമ്ന, നമ്മുടെ ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയാണ്. അപ്പോൾ നല്ല കാമങ്ങളായിട്ട് നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടാവട്ടെ, ധാർമ്മികങ്ങളായ കാമങ്ങളായിട്ട് ഉള്ളിൽ ഉണ്ടാവട്ടെ. ആ കാമദേവൻ്റെ അനുഗ്രഹം നമ്മുടെ ബുദ്ധിയിൽ ഉണ്ടാവട്ടെ. നല്ലതാ, ഭഗവാന്റെ അംശമാണ്. അപ്പോൾ കാമത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കേണ്ട കാര്യമില്ല. നല്ല ധാർമ്മികമായിട്ടുള്ള കാമമാണെങ്കിൽ ഭഗവാന്റെ അംശമാണെന്ന് ഭഗവാൻ അംഗീകരിച്ചിരിക്കുകയാണ്. ധർമ്മ അവിരുദ്ധോ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ എന്ന്. അപ്പോൾ ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയാണ് പ്രദ്യുമ്നൻ. അത് കഴിഞ്ഞ് മനസ്സിൻ്റെ അധിഷ്ഠാന ദേവതയാണ് അനിരുദ്ധൻ. നിരോധിക്കാൻ പ്രയാസമുള്ളവൻ എന്നാണ് അനിരുദ്ധൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ മനസ്സ് നിരോധിക്കാൻ വളരെ പ്രയാസമാണ്, അടക്കാൻ ചഞ്ചലമാണ്, എപ്പോഴും ഇളകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അർജുനൻ പറയുമല്ലോ ഇനി 6-ാം അധ്യായത്തിൽ, ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലവദൃഢം തസ്യാഹം നിഗ്രഹം മന്യേ വായോരിവ സുദുഷ്കരം. ഈ മനസ്സിൻ്റെ സ്വഭാവം നിരോധിക്കാൻ പ്രയാസമേറിയതാണ്. കാരണം അതിൽ ആ ഒരു ശക്തി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഈശ്വരൻ്റെ തന്നെ ഒരു ശക്തിയാണ് അനിരുദ്ധൻ. ആ അനിരുദ്ധൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് മനസ്സെപ്പോഴും ചഞ്ചലമായിരിക്കുന്നത്, ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നിരോധിക്കാൻ പ്രയാസമുള്ള വായോരിവ, കാറ്റിനെ വേണമെങ്കിൽ ചിലപ്പോൾ അടച്ചു വെക്കാൻ പറ്റും. കാറ്റിനേക്കാൾ ശക്തിയുള്ളതാണ്, നിയന്ത്രണമില്ലാത്തതാണ് ഈ മനസ്സ്. വായോരിവ സുദുഷ്കരം, വായുവിനെ പോലെ അടക്കാൻ പ്രയാസമാണ് ഈ മനസ്സ്. അതാണ് അനിരുദ്ധത്വം. ആ അനിരുദ്ധനെ എന്താ പറയുക, നമ്മുടെ ബാണാസുരൻ കാരാഗൃഹത്തിൽ അടയ്ക്കും. അങ്ങനെ ബാണാസുരൻ്റെ കാരാഗൃഹത്തിൽ പെടേണ്ടതല്ല, ഭഗവാന്റെ കസ്റ്റഡിയിലിരിക്കേണ്ടതാണ്. അതാണ് അല്ലേ, അനിരുദ്ധൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ബാണാസുരൻ്റെ മകളായിട്ടുള്ള, മഹാബലിയുടെ മകനാണ് ബാണൻ. ബാണൻ്റെ മകളായ ഉഷയെ അനിരുദ്ധൻ വിവാഹം കഴിക്കുന്നുണ്ട്. അതിൻ്റെ കഥയോട് ബന്ധപ്പെട്ട് ബാണാസുരൻ്റെ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വരുന്നുണ്ട് അനിരുദ്ധന്. അങ്ങനെ പെടരുത്. അസുരന്മാരുടെ കാരാഗൃഹത്തിലല്ല ഈ മനസ്സാകുന്ന അനിരുദ്ധൻ കിടക്കേണ്ടത്, ഭഗവാന്റെ കീഴിലായിരിക്കണം. അതാണ് ഭഗവാൻ ബാണനെ തോൽപ്പിച്ച് അനിരുദ്ധനെ വീണ്ടും കൊണ്ടുവന്ന് തൻ്റെ പുത്രൻ്റെ പുത്രനായി കൂടെ ഭദ്രമാക്കി സംരക്ഷിക്കുന്നത്. ഈ കഥകൾക്കൊക്കെ വലിയ താത്വികമായിട്ടുള്ള വശങ്ങൾ കൂടിയുണ്ട്. അത് അതിൻ്റെയൊക്കെ വേർഡ് ബൈ വേർഡ് വായിക്കുമ്പോൾ സൂചനകൾ കിട്ടും. ഈ ഭാഗവതത്തിലെ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വായിച്ചാൽ ഇതിൻ്റെയൊക്കെ തത്വങ്ങൾ സൂചന കിട്ടും. അപ്പോൾ ഈ അനിരുദ്ധം കഥ, അനിരുദ്ധൻ ബാണാസുരൻ്റെ കസ്റ്റഡിയിലിരിക്കേണ്ടവനല്ല, അനിരുദ്ധൻ ഭഗവാന്റെ കീഴിലിരിക്കേണ്ടവനാണ് എന്ന് പറഞ്ഞാൽ, വിഷയാൻ ധ്യായതശ്ചിത്തം വിഷയേഷു വിഷജ്ജതേ മാം അനുസ്മരതശ്ചിത്തം മയ്യേവ പ്രവിലീയതേ. ഭഗവാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കണില്ലേ, ദേവഹൂതിയോട് പറഞ്ഞു കൊടുക്കണില്ലേ, ചേതക്കൽവസ്യ ബന്ധായ മുക്തയേ ചാത്മനോ മതം ഗുണേഷു സക്തം ബന്ധായ രഥം വാ പുംസി മുക്തയേ. വിഷയങ്ങളിൽ ആസക്തമാകുന്ന മനസ്സ് ബന്ധകാരണവും
ഈശ്വരനിൽ ആസക്തമാകുന്ന മനസ്സ് മോക്ഷകാരണവുമാകുന്നു. അപ്പോൾ മനസ്സ് എപ്പോഴും ഈശ്വരനോട് ചേർന്നിരിക്കണം, ഈശ്വരാഭിമുഖമായിരിക്കണം. അനിരുദ്ധൻ എപ്പോഴും കൃഷ്ണൻ്റെ കൂടെ ഇരിക്കണം. അനിരുദ്ധൻ ബാണൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കേണ്ടതല്ല. ഇങ്ങനെയൊക്കെ തത്വങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ 4 പേര് വാസുദേവൻ, സംഘർഷണൻ, പ്രദ്യുമ്നൻ, അനിരുദ്ധൻ എന്നുള്ള ചതുർവ്യൂഹ തത്വങ്ങൾ ഈ 4 അന്ധകരണങ്ങളുടെയും അധിഷ്ഠാന ദേവതകൾ കൂടിയാണ്. ഈ 4 പേരുടെയും അനുഗ്രഹം നമുക്ക് വേണം. ഈ 4 നമുക്ക് കിട്ടിയിട്ടുള്ള പ്രിവിലേജാണ്. നമുക്ക് വേണ്ട രീതിയിൽ ധാർമ്മികമായി മര്യാദയ്ക്ക് ഉപയോഗിക്കാനുള്ള ഉപകരണങ്ങളാണ്. ഇതിനെ ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഈശ്വരൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കണം. അപ്പോൾ അതൊന്നും ദോഷമേ അല്ല. മനസ്സോ ബുദ്ധിയോ അഹങ്കാരമോ ചിത്തമോ ഒക്കെ ദോഷമല്ല, ആവശ്യമാണ്. ആവശ്യമായതുകൊണ്ടാണ് ഈശ്വരൻ നമുക്ക് സൃഷ്ടിച്ചിരിക്കുന്നത്. ഈശ്വരൻ്റെ സൃഷ്ടിയാണിതെല്ലാം. അതുകൊണ്ട് തന്നെ ഇവയെ നശിപ്പിക്കേണ്ട ആവശ്യവുമില്ല, നശിപ്പിക്കാൻ സാധ്യവുമല്ല. അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ നേരായ വഴിക്ക് നയിക്കുക എന്ന് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ മനസ്സ് നശിപ്പിക്കേണ്ടതില്ല, അഹങ്കാരം നശിപ്പിക്കേണ്ടതില്ല, ബുദ്ധിയെ നശിപ്പിക്കേണ്ടതില്ല, ചിത്തത്തിലെ സ്മരണകളെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല, നശിപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ആത്മജ്ഞാനം നേടി ഒരു മഹാത്മാവ് എന്ന് പറഞ്ഞാൽ അയാളുടെ ചിത്തത്തിലുള്ള അറിവുകളൊന്നും മാഞ്ഞു പോകുമൊന്നുമില്ല. അയാൾ ഇതുവരെ പഠിച്ച മാത്തമാറ്റിക്സോ കെമിസ്ട്രിയോ ഫിസിക്സോ ചരിത്രമോ ഭൂമിശാസ്ത്രമോ വേറെ ഏതെങ്കിലും ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മാച്ചു കളയൊന്നുമില്ല, അതൊന്നും മാഞ്ഞു പോവുകയുമില്ല. അതൊക്കെ ലൗകികമായ വ്യാവഹാരിക ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ നല്ല സാമർഥ്യവും ഉണ്ടാവും അദ്ദേഹത്തിന്. ഒരു ആത്മജ്ഞാനിയെ സംബന്ധിച്ച് അദ്ദേഹം പഠിച്ചിട്ടുള്ള കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും ബയോളജിയൊക്കെ തെളിഞ്ഞു തന്നെ ഉള്ളിൽ കിടക്കും. അതൊന്നും മാഞ്ഞു പോകുമൊന്നുമില്ല, മാഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അതിലെല്ലാം നല്ല ക്ലാരിറ്റി ഉണ്ടാവും അദ്ദേഹത്തിന്. ഈ പ്രകൃതിയുടെ ഈ മായയുടെ ആ രസകരമായ അതിൻ്റെ ഘടനയും പ്രവർത്തനവും അദ്ദേഹത്തിന് നന്നായി തെളിഞ്ഞ് പ്രകാശിക്കും. അപ്പോൾ ഒരു ആത്മജ്ഞാനം നേടി എന്ന് പറഞ്ഞിട്ട് ചിത്തത്തിലുള്ള സർവ്വ അറിവുകളും മാഞ്ഞു പോകുന്നില്ല. വാസനാക്ഷയം എന്ന് പറഞ്ഞാൽ ആ ചിത്തത്തിൻ്റെ നമ്മുടെ മുകളിലുള്ള നിയന്ത്രണം ഇല്ലാതാവുന്നു എന്നേ ഉള്ളൂ. ചിത്തം നമ്മളെ നിയന്ത്രിക്കുന്നതിന് പകരം നമ്മൾ ചിത്തത്തെ നിയന്ത്രിക്കുന്നു, ഉപയോഗിക്കുന്നു. ചിത്തം നമ്മുടെ കൺട്രോളിലാവണം. ചിത്തത്തിലുള്ള ഓർമ്മകൾ നമുക്ക് ആവശ്യത്തിനുള്ളതാണ്. അല്ലാതെ ചിത്തത്തിലുള്ള രാഗദ്വേഷങ്ങൾ വാസനകൾ നമ്മളെ പിടിച്ചു വലിച്ച് ഓരോന്ന് ചെയ്യിക്കാനുള്ളതല്ല. ഇതൊക്കെ വളരെ സൂക്ഷ്മമായിട്ടുള്ള വിഷയങ്ങളാണ്, ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. ഇവിടെ ഈ ബുദ്ധിയുടെ പ്രവൃത്തിയാണ് കാമം. ബുദ്ധിയിലാണ് ചിന്തകൾ ഉണ്ടാകുന്നത്, ആഗ്രഹങ്ങൾ ജനിക്കുന്നത്, കാമം ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴാണോ അങ്ങയുടെ ബുദ്ധി ശ്രുതി വിപ്രതിപന്ന, ഇത്രയും കാലം അനേക സാധ്യ സാധന സംബന്ധ പ്രകാശന ശ്രുതിഭിഹി ശ്രവണൈഹി വിപ്രതിപന്ന നാനാപ്രതിപന്ന ശ്രുതി വിപ്രതിപന്ന വിക്ഷിപ്താ സതി, അനേക സാധ്യ സാധന സംബന്ധ പ്രകാശന ശ്രുതിഭിഹി. സാധ്യം എന്ന് പറഞ്ഞാൽ സാധിക്കേണ്ടത്, ഗോള്, ജീവിതത്തിൽ നേടേണ്ട വസ്തുക്കളുടെ ലിസ്റ്റാണ് സാധ്യം. അതിനുള്ള മാർഗമാണ് സാധന. സാധ്യത്തെ പ്രാപിക്കുവാനുള്ള മാർഗം സാധന. ഇങ്ങനെ വേദങ്ങളിൽ അനേക സാധ്യങ്ങളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പോസിബിലിറ്റീസ്, നിങ്ങൾക്ക് ഇത് ഇന്നന്ന സുഖങ്ങൾ നേടാവുന്നതാണ്, ഇതൊക്കെ അനുഭവിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് വേദങ്ങളിൽ കർമ്മകാണ്ഡങ്ങളിൽ അനേക ഭോഗങ്ങളെക്കുറിച്ച്, അനേക സുഖ സൗകര്യങ്ങളെക്കുറിച്ച് പ്രലോഭിപ്പിക്കുന്നു. അതിനുള്ള മാർഗങ്ങളും പറഞ്ഞു തരണം. അതാണ് സാധ്യ സാധന സംബന്ധ പ്രകാശന ശ്രുതിഭിഹി. അപ്പോൾ ഇത് തമ്മിലുള്ളതായിട്ടുള്ള സംബന്ധത്തെയും പ്രകാശിപ്പിക്കുന്ന, എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കാണുന്ന അഡ്വർടൈസ്മെന്റ്സ് പോലെ വേദങ്ങളിലുള്ള അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ട് ഇപ്പോൾ കമേഴ്സ്യൽസ് പലതും നമ്മൾ ടി വിയിലും പത്രങ്ങളിലും ഒക്കെ കാണുന്നു, അല്ലേ? നമ്മളെ മോഹിപ്പിക്കുന്നതാണ്, നമ്മളെ പ്രലോഭിപ്പിക്കുന്നതാണ്, നമ്മളെ ഓരോ കാര്യങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുന്നതാണ് ഈ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ.
ഇതൊന്നും കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. പക്ഷെ അത് നിരന്തരം കാണുന്തോറും അതിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ വളർന്നു വരുന്നു, വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്ത വർദ്ധിച്ചു വരുന്നു. ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമഃ. വരാനിരിക്കുന്നു, പറയാനിരിക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ കാമമായിട്ട് മാറും സങ്കല്പങ്ങൾ. നമ്മൾ നിരന്തരം ഒരേ വസ്തുവിനെ തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ അത് നമുക്ക് വേണം എന്നുള്ള കൊതി വളരും. അപ്പോൾ അതാണ് ഇവിടെ സാധ്യ സാധന സംബന്ധ പ്രകാശന ശ്രുതിഭിഹി. അപ്പോൾ വേദങ്ങളും ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ TV മറ്റു മാധ്യമങ്ങളിലെ പരസ്യം പോലെ വേദങ്ങളിലെ മന്ത്രങ്ങളിൽ പല പരസ്യങ്ങളും ഉണ്ട്. സ്വർഗത്തിൽ പോകാനും മറ്റു പല ഭോഗങ്ങൾ അനുഭവിക്കുവാനും വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന പരസ്യങ്ങളുണ്ട്. അതാണ് ഇവിടുത്തെ സംബന്ധ പ്രകാശന ശ്രുതിഭിഹി. അങ്ങനെയുള്ള വേദമന്ത്രങ്ങളാൽ അതിൻ്റെ ശ്രവണൈഹി അതൊക്കെ കേട്ടിട്ട് വിപ്രതിപന്ന വിവിധ പ്രതിപന്ന, വിവിധ പ്രതിപത്തിയോടുകൂടിയതായിട്ട് നാനാപ്രതിപന്ന, പല പ്രകാരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉള്ളിൽ ഉണ്ടായിരിക്കുകയാണ്. അത് വേണം, ഇത് വേണം, അവിടെ പോകണം, ഇവിടെ പോകണം, അത് അനുഭവിക്കണം, ഇത് അനുഭവിക്കണം എന്നുള്ള ആ കൊതി വളർന്നിരിക്കുകയാണ്. നാനാപ്രതിപന്ന, അതിനെയാണ് ഇവിടെ ശ്രുതി വിപ്രതിപന്ന എന്ന് പറഞ്ഞത്. ശ്രുതി കൊണ്ട്, വേദങ്ങളെ കൊണ്ട്, വേദങ്ങളുടെ ശ്രവണം കൊണ്ട് പ്രതിപന്നമായിരിക്കുന്നു, വിപ്രതിപന്നമായിരിക്കുന്നു. അഥവാ വിക്ഷിപ്ത സതി, വിക്ഷിപ്തമായിരിക്കണം. വിക്ഷിപ്തം എന്ന് പറഞ്ഞാൽ അജിറ്റേറ്റഡ് ആയിരിക്കണു, ഇളകിക്കൊണ്ടേയിരിക്കണം. ഓരോ ആഗ്രഹങ്ങളും ബുദ്ധിയിൽ ഇങ്ങനെ ഓരോ തരംഗങ്ങളായി ഉണ്ടായിക്കൊണ്ടേയിരിക്കണു. ബുദ്ധിയെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ഓരോ ചിന്തകളങ്ങനെ പൊങ്ങി പൊങ്ങി തരംഗങ്ങളായി വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് വിക്ഷിപ്ത സതി. അങ്ങനെയുള്ള തവ ബുദ്ധി, അങ്ങനെയുള്ള നിന്റെ ബുദ്ധി യഥാ യസ്മിൻ കാലേ, എപ്പോഴാണോ സ്ഥാസ്യതി എന്നുള്ളതിന് സ്ഥിരീഭൂതാ ഭവിഷ്യതി, സ്ഥിരീഭവിക്കുന്നത്, സ്ഥിരമായി ഭവിക്കുന്നത്, ശാന്തമായി ഭവിക്കുന്നത്, നിശ്ചല എന്ന് പറയുന്നു. വിക്ഷേപ ചലനവർജിത സതി, വിക്ഷേപം ചലനം അതില്ലാത്തതായിട്ട്, ചലനരഹിതമായിട്ട് എന്നർത്ഥം. എവിടെ? സമാധൗ, സമാധിയിൽ. വിക്ഷേപവും ചലനവുമില്ലാതെ, അനക്കമില്ലാതെ, ബുദ്ധിയിൽ ഒരു ചിന്ത പോലും ഉദിച്ചു വരുന്നില്ല. എങ്ങനെയാണോ കാറ്റടിക്കുമ്പോൾ ജലാശയങ്ങളിൽ ഓളങ്ങൾ ഉണ്ടാകുന്നത്, കാറ്റില്ലെങ്കിലോ ജലാശയം ശാന്തമായിട്ട് കിടക്കും അല്ലേ? കാറ്റില്ലാത്ത സമയത്ത് ഒരു ഓളം പോലും ഇല്ലാതെ പരമശാന്തമായിട്ട് കിടക്കുന്ന കാണാം. എന്നാൽ ചെറിയ കാറ്റടിച്ചാൽ അതിനനുസരിച്ച് ചെറിയ ഓളം, വലിയ കാറ്റടിച്ചാൽ ഓളങ്ങൾ വലുതായി തുടങ്ങും. അപ്പോൾ കാറ്റിൻ്റെ ശക്തിക്കനുസരിച്ച് ജലാശയത്തിൽ ഓളമുണ്ടാകുന്നത് പോലെയാണ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളാകുന്ന കാറ്റ്, മായയാകുന്ന കാറ്റ്, പ്രലോഭനങ്ങളാകുന്ന കാറ്റ് നമ്മുടെ ഉള്ളിലിങ്ങനെ ഉണ്ടാകുമ്പോൾ അത് ബുദ്ധിയിൽ വേവ്സായിട്ട്, അജിറ്റേഷനായിട്ട് മാറുന്നു. അപ്പോൾ ഇരിക്കെ പൊറുതിയില്ലാതാവുന്നു. ഉള്ളിൽ കാറ്റിങ്ങനെ പ്രഷറിലാണ്. ആ കാറ്റിൻ്റെ പ്രഷർ എത്രയുണ്ടോ, ശക്തി എത്രയുണ്ടോ, അതുപോലെ ചിത്തത്തിൽ വിക്ഷേപം തുടങ്ങും, ഇരിക്കെ പൊറുതിയില്ലാതാവും. അപ്പോൾ അതില്ലാത്ത അവസ്ഥയാണ് ഇവിടെ നിശ്ചല, വിക്ഷേപ ചലന വർജിത. ആ ബുദ്ധിയിൽ വിക്ഷേപങ്ങളോ ചലനമോ ഇല്ലാത്തതായിട്ട് സമാധൗ സമാധീയതേ ചിത്തം അസ്മിന്നിതി സമാധി ആത്മാ. ഇവിടെ സമാധി എന്നുള്ളതിന് ആത്മാ എന്ന് തന്നെ അർത്ഥം പറയണത്. സ്വരൂപത്തിൽ എവിടെയാണോ ചിത്തം അടങ്ങുന്നത്, അതാണ് സമാധീയതേ ചിത്തം അസ്മിൻ അതിൽ ചിത്തം സമാധിയെ സമ്യക് ആദീയത ഉറച്ചിരിക്കുകയാണ്. സമാധീയത എന്ന് പറഞ്ഞാൽ ഉറച്ചിരിക്കുകയാണ്. ഏതൊന്നിൽ ചിത്തം ഉറച്ചിരിക്കുന്നുവോ അതാണ് സമാധി. അപ്പോൾ ആത്മാവിലാണ് ചിത്തം ഉറക്കേണ്ടത്. കാരണം ആത്മാവാണ് ചിത്തത്തിൻ്റെ പ്രഭവസ്ഥാനം. ആത്മാവിൽ നിന്നാണ് ചിത്തം പ്രവർത്തിക്കുന്നത്, ഉണ്ടായി വരുന്നത്. ചിത്തത്തിൻ്റെ നിലനിൽപ്പ് ആത്മാവിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അതിൻ്റെ സോഴ്സ് ആത്മാവാണ്. ഇവിടെ ആത്മാ തസ്മിൻ ആത്മനി ഇത്യേതത്, സമാധൗ എന്നുള്ളത് സപ്തമി ആയതുകൊണ്ട് തസ്മിൻ ആത്മനി, ആ ആത്മാവിൽ എന്നർത്ഥം. അപ്പോൾ ചിത്തം ആത്മാവിൽ അടങ്ങണം.
ചിത്തം എവിടെ അടങ്ങണം? ആത്മാവിലടങ്ങണം. ചിത്തം എന്ന് പറഞ്ഞത് ഈ വിപ്രതിപന്നമായ അവസ്ഥയാണ്. വിവിധ പ്രത്യയങ്ങളെ കൊണ്ട് വിവിധ വിഷയങ്ങളിൽ രാഗദ്വേഷങ്ങളോടുകൂടിയ ചിത്തമാണ് നമ്മുടെ ഇപ്പോഴുള്ള ചിത്തം. അതിൽ ആ എന്താ പറയുക, വിപ്രതിപത്തിയെല്ലാം പോയി, രാഗദ്വേഷങ്ങളൊക്കെ പോയി, വാസുദേവ സർവമിതി എന്ന് ചിത്തത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ഉറയ്ക്കണം. വാസുദേവ സർവമിതി, എല്ലാം വാസുദേവനാണ്, എല്ലാം ഭഗവാനാണ്. ഈശാവാസ്യമിതം സർവം, സർവം ഖൽവിദം ബ്രഹ്മ, എല്ലാം ഒരേ വസ്തുവാണ്. അപ്പൊ എന്തിനാ കൊതിക്കുന്നത്? തസ്യ കോ മോഹ കശോകഃ ഏകത്വം അനുപശ്യതഃ. എല്ലായിടത്തും ഒരേ വസ്തുവിനെ കാണുന്ന ഏകത്വം അനുപശ്യതഃ തസ്യ, എല്ലായിടത്തും ഏകത്വത്തെ ദർശിക്കുന്നതായിട്ടുള്ള ഒരാൾക്ക് കോ മോഹ കശോകഃ, എവിടുന്ന് തെറ്റിദ്ധാരണ, എവിടുന്ന് ദുഃഖം? അപ്പോൾ അയാൾക്ക് എവിടുന്ന് അജിറ്റേഷൻ? ഉള്ളിൽ അജിറ്റേഷൻ ഉണ്ടാവില്ല. കാരണം എന്ത് കണ്ടാലും എല്ലാം ഈശ്വരസ്വരൂപം, എല്ലാം ആത്മസ്വരൂപം, എല്ലാം ബ്രഹ്മസ്വരൂപം, എല്ലാം ഒന്നേ ഒന്ന്. അപ്പോൾ കൊതിക്കേണ്ട കാര്യമില്ല. കാണുന്ന ആളെ തന്നെയാണ് കാണുന്ന വിഷയങ്ങളിലും കാണുന്നത്. അപ്പോൾ എന്തിൻ്റെയെങ്കിലും കുറവ് ഇവിടെ അനുഭവപ്പെടുന്നില്ല. താൻ എന്തെങ്കിലും കുറവുള്ളവനും തൻ്റെ മുമ്പിലിരിക്കുന്ന വിഷയം എന്തോ മഹത്വമേറിയതും അത് കിട്ടിയാൽ തൻ്റെ കുറവ് നികത്താമെന്നുള്ളതായിട്ടുള്ള ആ തെറ്റിദ്ധാരണയും ഒന്നും ഇയാളെ ബാധിക്കുന്നില്ല. കാരണം അയാൾക്ക് നല്ല നിശ്ചയമുണ്ട്, വാസുദേവ സർവമിതി, എല്ലാം വാസുദേവനാണ് എന്ന് ശരിയായ അറിവാണ് അയാളുടെ ചിത്തത്തിൽ. അപ്പം ആ ചിത്തത്തിന് ഇളകാനുള്ള ഒരു കാരണമില്ലാതാവുകയാണ്. ചിത്തം ശുദ്ധമായി, ചിത്തത്തിൽ ആ ജ്ഞാനം പ്രകാശിക്കണേ, യഥാർത്ഥ ജ്ഞാനം, പരമാർത്ഥ ജ്ഞാനം, ആ വസ്തുതത്വം എന്താണ് ഉണ്മ, ആ ഉണ്മ ചിത്തത്തിൽ തെളിഞ്ഞ് പ്രകാശിക്കുമ്പോൾ ആ ചിത്തത്തിൽ എവിടുന്ന കാമമുണ്ടാവുക, അല്ലെങ്കിൽ ഏതെങ്കിലും കുറവുണ്ടാവുക, മറ്റൊരു വസ്തുവിൽ കൂടുതൽ മഹത്വം എങ്ങനെയാ കാണുക? എന്തിൻ്റെങ്കിലും തനിക്ക് കുറവുണ്ടെന്നോ ഏതെങ്കിലും ഒരു വസ്തുവിന് മഹത്വമുണ്ടെന്നോ ആ വസ്തു തനിക്ക് കിട്ടിയാൽ പൂർണ്ണതയാവുമെന്നോ എന്നുള്ള തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാവുന്നില്ല. തെളിഞ്ഞ ചിത്തത്തിൽ, ശരിയായ ജ്ഞാനം പ്രകാശിക്കുന്ന ചിത്തത്തിൽ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അറിവെല്ലാം സമ്പാദിക്കുന്നത്. ഏതറിവ്? ഈ വൈദികമായ പൗരാണികമായ നമ്മുടെ സനാതനധർമ്മത്തെക്കുറിച്ചിട്ടുള്ള ആധ്യാത്മികമായ അറിവ് മുഴുവൻ നമ്മൾ നേടുന്നത് ഈ ചിത്തത്തെ ശുദ്ധമാക്കാനാണ്. ഈ ചിത്തത്തിലുള്ള സർവ്വ തെറ്റിദ്ധാരണകളും നീങ്ങി ഈ ചിത്തം നല്ല ക്ലാരിറ്റിയോടുകൂടെ വസ്തുതത്വത്തെ തെളിഞ്ഞറിഞ്ഞ് ബോധിച്ചിരിക്കണം. എപ്പോഴും പ്രകാശപൂർണമായിരിക്കണം. അങ്ങനെയുള്ള ഒരാളുടെ ചിത്തത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വാസനയുടെ ഉദയം ഉണ്ടാവില്ല, ഏതെങ്കിലും രാഗദ്വേഷങ്ങളുടെ ഉദയം ഉണ്ടാവില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അജിറ്റേഷൻ ഉണ്ടാവില്ല. കാറ്റടിക്കില്ല എന്നർത്ഥം. എയർ പ്രൂഫാണ്, വേവ് പ്രൂഫാണ്. അയാളുടെ ഉള്ളിൽ ഒരു തരംഗങ്ങളും ഓളങ്ങളും ഉണ്ടാവുന്നില്ല. അതിന് കാരണമില്ല, അജ്ഞാനമില്ല. ജ്ഞാനം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ചിത്തം. അപ്പോൾ ആ ചിത്തം ആത്മാവുമായിട്ട് ചേർന്നിരിക്കുന്നു. അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. ഈ ചിത്തത്തിൽ തെറ്റിദ്ധാരണകളില്ലാതെ അത് അതിൻ്റെ സ്രോതസ്സിൽ, അതിൻ്റെ സ്വരൂപവുമായി, അതിൻ്റെ ഉറവിടത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന അവസ്ഥയ്ക്കാണ് സമാധി, ജ്ഞാനം, മോക്ഷം എന്നൊക്കെ പറയുന്നത്. യോഗം അതുതന്നെയാണ് യോഗം. അപ്പോൾ സമാധൗ എന്താണ്? തസ്മിൻ ആത്മനീയത്യേതത്. ചിത്തം ഏതൊന്നിൽ ഉറയ്ക്കുന്നുവോ ആ ആത്മാവിനെയാണ് ഇവിടെ സമാധി എന്ന് പറഞ്ഞത്. അചല എന്ന് വീണ്ടും അചല, തത്രാപി വികൽപ്പവർജിത ഇത്യേതത്. അപ്പോൾ നിശ്ചല എന്ന് പറഞ്ഞിട്ട് പിന്നെയും അചല എന്ന് പറഞ്ഞതിന് വികൽപ്പവർജിത ഇത്യേതത്. വികൽപ്പം എന്ന് പറഞ്ഞാൽ
പിന്നെയും സംശയങ്ങളുണ്ടായി വരികയാണ് വികല്പം. ഒരിക്കൽ കുറച്ച് കാര്യങ്ങൾ ബോധ്യം വന്നു, ശാന്തിയായി. ചിലപ്പോൾ ആ ശാന്തി തൽക്കാലം മാത്രമായിരിക്കും, പിന്നെയും ഇളക്കമുണ്ടാകാം. ഏതെങ്കിലും ഒരു പ്രലോഭനമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ ചിത്തത്തിൽ പിന്നെയും ഇളക്കമുണ്ടാകാം. അതാണ് വികല്പം. മനസ്സിൽ സംശയം ഉണ്ടാവുക. എന്നാലും ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്നുള്ളൊരു ശങ്ക വന്നാൽ, എന്തെങ്കിലും വേണം, എന്തെങ്കിലും കുറവുണ്ട് എന്നൊക്കെയുള്ള വികല്പങ്ങൾ ഉണ്ടായാൽ, ആ വികല്പങ്ങൾ ഇല്ലാത്ത അവസ്ഥയ്ക്കാണ് ഇവിടെ അചല എന്ന് പറഞ്ഞത്. തത്രാപി വികല്പവർജിത, ഒരു സംശയവും ഇനി ഉണ്ടാവില്ല. അതിനെയാണ് ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്ന ഉപനിഷത്തും ഭാഗവതവും ഒക്കെ പറയുന്നത്. ആ പരവും അവരവുമായിരിക്കുന്ന ആ വസ്തുവിനെ ദർശിച്ചു കഴിയുമ്പോൾ, ആ ഉണ്മ കണ്ടു കഴിയുമ്പോൾ, തസ്മിൻ ദൃഷ്ടേ, അതിനെ കണ്ടു കഴിയുമ്പോൾ, ഭിദ്യതേ ഹൃദയഗ്രന്ഥി, ഹൃദയത്തിലുള്ള അജ്ഞാന ഗ്രന്ഥികളെല്ലാം പൊട്ടിപ്പോകുന്നു. അവിദ്യ, കാമം, കർമ്മം എന്നുള്ള ബന്ധനങ്ങളെല്ലാം അറ്റുപോകുന്നു. ഛിദ്യന്തേ സർവസംശയാഹ, അയാളുടെ ഉള്ളിലുള്ള സർവ സംശയങ്ങളും വികല്പങ്ങളും ദൂരീകരിക്കപ്പെടുന്നു, നശിച്ചു പോകുന്നു, ഇനി ഒരിക്കലും വരില്ല. ഛിദ്യന്തേ സർവസംശയാഹ ക്ഷീയന്തേ ചാസ്യ കർമാണി, അയാളുടെ കർമ്മങ്ങൾ, അയാളുടെ ആഗാമി, പ്രാരബ്ധം, സഞ്ചിതം മുതലായ 3 പ്രകാരത്തിലുള്ള കർമ്മങ്ങളും നശിച്ചു പോകുന്നു. അയാൾക്ക് പിന്നൊന്നും ചെയ്യാനില്ല, നേടാനില്ല, നഷ്ടപ്പെടാനില്ല. അയാൾ പരിപൂർണനായിരിക്കുന്നു. അപ്പം അതാണ് ഇവിടെ വികല്പവർജിത എന്ന് പറഞ്ഞാൽ. അചല എന്നുള്ളതിന് വികല്പവർജിത ഇത്യേതത്. ഇവിടെ ബുദ്ധി അന്ധക്കരണം, അന്ധക്കരണത്തിനെയാണ് ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞത്. തഥാ തസ്മിൻ കാലേ, തഥാ എന്നുള്ളതിന് ആ സമയത്ത്, യോഗം അവാപ്സ്യസി വിവേകപ്രജ്ഞാം സമാധിം പ്രാപ്സ്യസി, വിവേകപ്രജ്ഞയാകുന്ന സമാധിയെ നീ പ്രാപിക്കും. നീ സമാധി അവസ്ഥയെ പ്രാപിക്കും, വിവേകപ്രജ്ഞയാകുന്ന സമാധി അവസ്ഥയെ പ്രാപിക്കും എന്ന് വെച്ചാൽ നീ സ്ഥിതപ്രജ്ഞനായി തീരും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിന്റെ ബുദ്ധിയിൽ എല്ലാ സംശയങ്ങളും നീങ്ങി ആ ബുദ്ധി ആത്മാവോട് ചേർന്ന് അടങ്ങുമ്പോൾ, സ്ഥിരമാകുമ്പോൾ, സമാധിയാകുമ്പോൾ, അപ്പോൾ നീ യോഗം പ്രാപിച്ചു എന്ന് പറയാം. തഥാ യോഗമവാപ്സ്യസി, അപ്പൊ നീ സമാധിയെ പ്രാപിച്ചു. യോഗത്തിന്റെ ആ പാരമ്യമാണ് സമാധി. ആ സമാധിയെ നീ പ്രാപിച്ചു എന്ന് വെച്ചാൽ വിവേകപ്രജ്ഞയാകുന്ന സമാധിയെ പ്രാപിച്ചു. ശരിയായ സത്യബോധത്തോടുകൂടിയ അവസ്ഥ. ഒരിക്കലും അല്ലേ, നല്ല പകൽ വെളിച്ചത്തിൽ നമ്മുടെ മുമ്പിൽ നമ്മളൊരു കയറ് കണ്ടോണ്ടിരിക്കുമ്പോൾ അത് പാമ്പാണ് എന്ന് സംശയം ഉണ്ടാവുമോ? കയറ് കണ്ടോണ്ടിരിക്കുക, നല്ല വെളിച്ചമുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് ആരെങ്കിലും വന്നിട്ട് പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങളുടെ ഉള്ളിൽ പാമ്പാന്ന് തോന്നുമോ? ഒരിക്കലുമില്ല. നേരെ മറിച്ച് മങ്ങിയ വെളിച്ചം, നിങ്ങൾ ആ കയറിനെ മുമ്പ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ കണ്ടത് മറന്നു. മുമ്പ് കയറ് കണ്ടതാണ്, പക്ഷെ മറന്നാലും മതി. മറവി ഒരു തമസാണ്, ഒരു ഇരുട്ടാണ്. അപ്പോൾ ഉള്ളിലും ഇരുട്ട്, മറവിയുടെ ഇരുട്ട്, പുറത്തും വെളിച്ചത്തിൻ്റെ കുറവ്, ഇങ്ങനെ 2 ഇരുട്ടും കൂടി കൂടുമ്പോഴാണ് വെറുതെ കിടന്ന പാവം കയറ് ഉപദ്രവകാരിയായ പാമ്പായി മാറുന്നത്. ആ പാമ്പിന് നിങ്ങളെ ഉപദ്രവിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട്. എങ്ങനെ? നിങ്ങളെ പേടിപ്പിച്ച് നിങ്ങൾ ഓടുമ്പോൾ വീഴാനോ കയ്യോ കാലോ ഒടിയാനോ, ചിലപ്പോൾ പേടിച്ച് തന്നെ ഹാർട്ട് അറ്റാക്ക് ആവാനോ. അല്ലേ? ഒരു പാവ നിരുപദ്രവകാരിയായിരുന്ന കയറായിരുന്നു, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സങ്കല്പ ശക്തി കൊണ്ട് അതിന് വിഷമൊക്കെ കൊടുത്ത്, ശക്തിയൊക്കെ കൊടുത്ത് ആ കയറിനെ പാമ്പാക്കി, ആ പാമ്പിനെ കൊണ്ട് നിങ്ങൾ തന്നെ സ്വയം ആപത്തുകളും അപകടങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ ശക്തിയൊക്കെ ഉണ്ട്. ജഡമായ ഒരു കയറിന് നിങ്ങളെ ഉപദ്രവിക്കാനുള്ള ശക്തിയൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഓടുന്ന ഓട്ടത്തിൽ എവിടെയെങ്കിലും തലയിടിച്ച് വീണാൽ തല പൊട്ടാനും ആശുപത്രിയിലാവാനും, അല്ലെങ്കിൽ വല്ല വണ്ടിക്ക് കുറുകെ ചാടി വണ്ടി ഇടിച്ച് ചാവാനും മതി.
പാമ്പിനെ കണ്ട് പേടിച്ച് റോട്ടിലേക്ക് ഓടി. വണ്ടി വരുന്നത് കണ്ടില്ല, വണ്ടി ഇടിച്ചു. പോരെ? അപ്പോൾ ഈ പാമ്പിന് ഈ പാമ്പെന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഉണ്ടാക്കിയ പാമ്പാണ്, വെറും കയറാണ്. ആ കയറിന് ഇരുട്ടത്ത് നിങ്ങളെ ഉപദ്രവിക്കാനുള്ള ശേഷിയും ഉണ്ട്. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ പകൽ നല്ല വെളിച്ചത്തിൽ അത് കയറാണ് എന്ന് തെളിഞ്ഞു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആർക്കെങ്കിലും നിങ്ങളെ പേടിപ്പിക്കാൻ കഴിയുമോ അത് പാമ്പാണെന്ന് പറഞ്ഞിട്ട്? ആ പാമ്പിന് നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുമോ? ഇല്ല. നല്ല തെളിഞ്ഞു കാണുകയാണ്. ലോകം മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ അത് പാമ്പാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോകത്തിന് ഭ്രാന്താണ് എന്ന് തിരിച്ചു പറയും, അല്ലേ? ഞാനത് കാണുന്നു, അത് കയറാണ്, എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, ഞാനതെടുത്ത് കഴുത്തിലിടും, എൻ്റെ ആവശ്യത്തിന് ഞാൻ ആ കയറിനെ ഉപയോഗിക്കും, ലോകം മുഴുവൻ വേണമെങ്കിൽ പാമ്പാണെന്ന് വിളിച്ചു പറഞ്ഞോട്ടെ, എനിക്കറിയാം അത് കയറാണെന്ന്. അപ്പോൾ പേടിയുണ്ടോ? ചലനമുണ്ടോ? ബുദ്ധിയിൽ വല്ല ഭ്രമമുണ്ടോ? അതുപോലെയാണ് ഒരു സ്ഥിതപ്രജ്ഞനെ സംബന്ധിച്ച്. അയാൾ ഈ ലോകത്ത് എന്ത് കാണുമ്പോഴും, ഈ നാനാത്വമൊക്കെ കാണുമ്പോഴും അയാളുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ട്. ഈ കാണുന്ന നാനാത്വമൊക്കെ എന്തിൻ്റെയാണ്, എന്തിൻ്റെ പ്രകടഭാവമാണ്, എന്തിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ ഈ ലോകത്തിലെ എത്ര വർണ്ണപ്പൊലിമയുള്ള എന്ത് വസ്തുവിനും, മറ്റുള്ളവരെയൊക്കെ ഭ്രമിപ്പിക്കുന്ന മോഹിപ്പിക്കുന്ന ഏത് പദാർത്ഥത്തിനും ആ ഒരു മഹാത്മാവിൻ്റെ മനസ്സിനെ ആകർഷിക്കാനോ പിടിച്ചു വലിക്കാനോ അയാളെ ഇരുന്നിടത്തുനിന്ന് എണീപ്പിക്കാനോ ഇതിന് ശക്തിയില്ല. ഏത് മോഹിനികൾ മുമ്പിൽ വന്ന് നൃത്തം വെച്ചാലും മാർക്കണ്ഡേയ മഹർഷി കുലുങ്ങാതിരുന്ന പോലെ, നരനാരായണന്മാർ കുലുങ്ങാതിരുന്നത് പോലെ, രംഭയും തിലോത്തമയും മേനകയും ഒക്കെ വന്ന് നൃത്തം വെച്ചപ്പോൾ നരനാരായണ മഹർഷി ചിരിച്ചുകൊണ്ട് എല്ലാം കണ്ടുകൊണ്ട് അവസാനം സമ്മാനം കൊടുത്തു. ഒരു ദാസിയെ, ഉർവശിയെ, സ്വന്തം തുടയിൽ നിന്ന് ഊർവശിയെ ഉണ്ടാക്കി അവർക്ക് കൊടുത്തുവിട്ടു, കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട്. അവർ ഭ്രമിച്ചു. കൊല്ലൻ്റെ ആലയിൽ സൂചി വിൽക്കാൻ വന്നവർ ഭയപ്പെട്ടു പോയി. ഇവിടെയുള്ള വലിയ സൂചി കണ്ടിട്ട്, ഞങ്ങൾ വിൽക്കാൻ വന്നത് എത്ര ചെറിയ സൂചി, ഇവിടെ വലിയ വലിയ സൂചികളും വലിയ പാരകളും ഒക്കെ ഇരിക്കണു എന്ന് പറഞ്ഞ് പേടിച്ചോടിപ്പോയി. അവർ ഭ്രമിച്ചു. നരനാരായണന്മാർ ഭ്രമിച്ചില്ല. അപ്പം അതുപോലെയാണ് ഒരു മഹാത്മാവ് ഈ ലോകത്തിൽ കാണുന്ന ഈ കെട്ടുകാഴ്ചകളൊക്കെ കാണുമ്പോഴും എല്ലാം ഭഗവതിയുടെ കെട്ടുകാഴ്ചകളാണ് എന്ന് കണ്ടുകൊണ്ട് എല്ലാം രസിച്ച് ആസ്വദിച്ച് കുലുങ്ങാതിരിക്കുന്നു. അയാളുടെ ഉള്ളിൽ യാതൊരു വിക്ഷേപവും ഉണ്ടാകുന്നില്ല. എന്തെല്ലാം വേഷം കെട്ട് മുമ്പിൽ വന്നാലും യാതൊരു കുലുക്കവും ഇല്ലാതിരിക്കുന്നു. അതാണ് യോഗം അവാപ്സ്യസി. ഒരു യോഗത്തെ പ്രാപിച്ച, വിവേകപ്രജ്ഞയാകുന്ന സമാധിയെ പ്രാപിച്ച അവസ്ഥ. ഇങ്ങനെ പറഞ്ഞ് ഭഗവാൻ അർജുനനോട് പ്രോമിസ് ചെയ്തപ്പോൾ അർജുനന് സംശയം, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ ലോകത്ത്? ഉണ്ടെങ്കിൽ അവരുടെ ലക്ഷണം എന്താണ്? അവരെ കണ്ടാൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? എങ്ങനെ തനിക്ക് തിരിച്ചറിയാൻ പറ്റും? ഇനി അഥവാ താനും ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ തനിക്കും വേണ്ട അറിവ് വേണമല്ലോ, തനിക്കും അതിനൊരു വാലിഡേഷൻ വേണ്ടേ, താൻ അവിടെ എത്തി എന്നുള്ളതിന്. എന്താണ് അതിനൊരു ലക്ഷണം എന്ന് ശങ്കയുണ്ടാവുകയും അതിന് അർജുനൻ ചോദിക്കുകയുമാണ് അടുത്ത ചോദ്യം. അതാണ് ആചാര്യ ഭഗവത്പാദർ പറയുന്നു, പ്രശ്നബീജം പ്രതിലഭ്യ അർജുന ഉവാച ലബ്ധ സമാധി പ്രജ്ഞസ്യ ലക്ഷണ ബുഭുത്സയാ. പ്രശ്നബീജം പ്രതിലഭ്യ. പ്രശ്നബീജം എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാനുള്ളൊരു കാരണം, ഒരു സന്ദർഭം കിട്ടിയപ്പോൾ, ഒരു അവസരം കിട്ടി അർജുനന്. പ്രശ്നബീജം പ്രതിലഭ്യ അർജുന ഉവാച. അർജുനൻ പറഞ്ഞു എന്ത്? ലബ്ധ സമാധി പ്രജ്ഞസ്യ ലക്ഷണ ബുഭുത്സയ. എന്തിനു വേണ്ടിയിട്ടാണ്? ലബ്ധ സമാധി പ്രജ്ഞസ്യ, സമാധി പ്രജ്ഞ ലഭിച്ച,
പ്രജ്ഞ സമാധിയിൽ ഉറച്ച ആ സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരാളുടെ ലക്ഷണ ബുബുൽസയ, ലക്ഷണ ബുബുൽസ, ബുബുൽസ എന്ന് പറഞ്ഞാൽ ബോദ്ധും ഇച്ഛ, ബോദ്ധും ഇച്ഛ അറിയുവാനുള്ള ആഗ്രഹം, അതാണ് ബുബുൽസ. ബുഭുക്ഷ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് ഭോക്തും ഇച്ഛ, ഭുജിക്കുവാനുള്ള ആഗ്രഹം ബുഭുക്ഷ, അറിയുവാനുള്ള ആഗ്രഹം ബുബുൽസ. ഇവിടെ അറിയുവാനുള്ള ആഗ്രഹമാണ് ബുബുൽസ. അപ്പൊ സ്ഥിതപ്രജ്ഞസ്യ ലക്ഷണ ബുബുൽസയ, ലക്ഷണം അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു സമാധിനിഷ്ഠനായിട്ടുള്ള ഒരാളുടെ ലക്ഷണം എന്താണ്, അയാൾ എങ്ങനെ ഇരിക്കും, അയാൾ എങ്ങനെ നടക്കും, അയാളുടെ വ്യവഹാരങ്ങളൊക്കെ എങ്ങനെ ഇരിക്കും, എന്താണ് അയാളെ റെക്കഗ്നൈസ് ചെയ്യുവാനുള്ള മാർഗം, ഒരു മഹാത്മാവിനെ എങ്ങനെ തിരിച്ചറിയും, അതാണ് അർജുനൻ്റെ ഉള്ളിലുണ്ടായ ജിജ്ഞാസ. അത് അർജുനൻ പ്രകടിപ്പിക്കുകയാണ് ചോദ്യത്തിലൂടെ. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ സമാധിസ്തസ്യ കേശവ സ്ഥിതധീ കിം പ്രഭാഷേത കിമാസീത വ്രജേത കിം. അർജുന ഉവാച സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷാ ചോദിച്ചു, ഭഗവാനോട് ചോദിക്കുകയാണ്, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ. അപ്പൊ ഭഗവാനോട് കേശവ എന്നാണ്, അല്ലയോ കേശവ. കേശവ എന്നുള്ള വാക്കിന്, കേശവൻ എന്ന ശബ്ദത്തിന് ഒരുപാട് അർത്ഥമുണ്ട്. കേശി എന്ന അസുരനെ വധിച്ചതുകൊണ്ട് കേശവൻ എന്നുള്ളത് ഏറ്റവും സ്ഥൂലമായിട്ടുള്ള അർത്ഥമാണ്. കേശിയെ വധിച്ചവൻ കേശവൻ, വെള്ളത്തിൽ കിടക്കുന്നവൻ കേശവൻ. കേ ഖം എന്നാൽ വെള്ളം, അതിൻ്റെ സപ്തമി കേ, വെള്ളത്തിൽ. ശേതി വെള്ളത്തിൽ കിടക്കുന്നവൻ കേശവൻ. ജലശായി നാരായണൻ, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പ്രളയകാലത്ത് എല്ലാം തൻ്റെ ഉള്ളിലാക്കി കിടക്കുന്ന ആ ഭാവമാണ് കേശവൻ. ആദികേശവ പെരുമാൾ. അവിടെ പത്മനാഭൻ പോലുമല്ല, നാദീ കമലവും ബ്രഹ്മദേവനും ഒക്കെ ഉള്ളിലാണ്. എല്ലാവരെയും ഉള്ളിലേക്ക് വലിച്ചു, എല്ലാം തന്നിലേക്ക് അടക്കി, താൻ മാത്രമായി ആദിശേഷം മെത്തയിൽ കിടക്കുകയാണ്. ആദിശേഷൻ തൻ്റെ അംശം തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പ്രതീകമാണ്, അതിൻ്റെ ബീജരൂപമാണ് ആദിശേഷൻ. അപ്പോൾ വെള്ളത്തിൽ കിടക്കുന്നവൻ്റെ പേരാണ്, പ്രളയകാലത്തെ വെള്ളത്തിൽ എല്ലാം തന്നിലേക്ക് അടക്കി കിടക്കുന്നവനാണ് ആദികേശവ പെരുമാൾ. ഇനി യഥാർത്ഥത്തിൽ കേശവ ശബ്ദത്തിന് കം എന്നാൽ സുഖം എന്നുണ്ട്, ആനന്ദം എന്നർത്ഥം. അപ്പോ കേശേതീതി കേശവ, സുഖസ്വരൂപത്തിൽ ആനന്ദസ്വരൂപത്തിൽ രമിക്കുന്നവൻ കേശവൻ, ബ്രഹ്മാനന്ദം അനുഭവിക്കുന്നവൻ. അപ്പോൾ ഈ കേശവൻ ആരായി? ഈ കേശവനും സ്ഥിതപ്രജ്ഞനായി. അപ്പോൾ ഒരു സ്ഥിതപ്രജ്ഞനോട് തന്നെ ചോദിക്കുക, ആ സ്ഥിതപ്രജ്ഞനെ കണ്ട എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ കണ്ടിട്ടും മനസ്സിലായിട്ടില്ല എന്നർത്ഥം. ഇത്രയും കാലം കൂടെ നടന്നിട്ടും ഒരു യഥാർത്ഥ സ്ഥിതപ്രജ്ഞനെ ഐഡന്റിഫൈ ചെയ്യാൻ അർജുനന് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ചോദിക്കേണ്ടി വന്നത്, അല്ലേ? അപ്പോ സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ എന്ന് പറയുമ്പോൾ ഭഗവാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി, ലുക്ക് അറ്റ് മീ, ഇതന്നെ ഭാഷ എന്ന് ഭഗവാന് വേണമെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ ഭഗവാൻ പറയുന്നില്ല. ഭഗവാൻ പരോക്ഷമായിട്ടാണ്, അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ലക്ഷണം പറയുന്നത് പോലെയാണ് പറയുന്നത്, തൻ്റെ ലക്ഷണമായിട്ട് പറയുന്നില്ല. പണ്ട് നമ്മുടെയൊക്കെ ഗുരുവായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമികൾ പ്രഭാഷണങ്ങളിലൊക്കെ സ്ഥിതപ്രജ്ഞ ലക്ഷണം ഗംഭീരമായിട്ട് അദ്ദേഹം അവതരിച്ചു. ഗീതായജ്ഞത്തിൽ സ്റ്റേജിൽ ഭംഗിയായിട്ട് സ്ഥിതപ്രജ്ഞ ലക്ഷണം ഭഗവത്ഗീതയിൽ പറഞ്ഞതൊക്കെ വ്യാഖ്യാനിച്ചിട്ട് പിന്നെ ഒരു വീട്ടിൽ വൈകിട്ട് ഭിക്ഷയ്ക്ക് പോയതാ, രാത്രി ഭിക്ഷയ്ക്ക് എന്നുവെച്ചാൽ ഭക്ഷണത്തിന്. അപ്പോൾ ഒരു ചെറിയ സദസ്സൊക്കെ ഉണ്ടാവും അവിടെ, അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തോട് കുറച്ച് നേരം കുശലം പറയാനും ഒക്കെ ആയിട്ട്. അപ്പോൾ
അതിൽ ഏതോ ഒരാൾ സ്വാമിജിയോട്, ചിന്മയാനന്ദ സ്വാമിജിയോട് ചോദിച്ചു, അങ്ങനെ വല്ലവരും ഉണ്ടോ എന്നുള്ള മട്ടിൽ, ഈ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ ലോകത്തിൽ എന്ന് ചോദിച്ചു. സ്വാമിജി ഒരു ഗർജനം, ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു? സ്വാമിജിയുടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഗർജനമാണ്. അത് ശരിക്കുള്ള ആ ഒരു കൃപയിൽ നിന്ന് വന്നത് തന്നെയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആ സ്വാമിജിയെ അറിയണം. അല്ലാത്തവർക്ക് തോന്നുന്നത് എന്തൊരു അഹങ്കാരിയാണ് സ്വാമിജി എന്ന്. സ്വാമിജി അറിയുന്നവർക്കറിയാം സ്വാമിജി പറഞ്ഞത് പരമാർത്ഥമാണെന്ന്. സ്വാമിജി ചോദിച്ചത് ദെൻ ഹൂ ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് യു എന്ന്. ആരെയും നോക്കി ചോദ്യം ചോദിച്ചുവോ? ഇങ്ങനെ സ്ഥിതപ്രജ്ഞന്മാർ ഈ ലോകത്തുണ്ടോ? ആരെങ്കിലും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? അവൈലബിൾ ആണോ? കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ആരോടാ ചോദിച്ചത്? അങ്ങനൊരു സ്ഥിതപ്രജ്ഞനായ മഹാത്മാവിനോട് തന്നെയാ. ഉത്തരം എളുപ്പത്തിൽ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നു. പിന്നെ സ്വാമിജി പെട്ടെന്ന് അതിൽ നിന്ന് മാറിയിട്ട് മറ്റു പല മഹാത്മാക്കളുടെയും പേരൊക്കെ പറഞ്ഞു. ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഭാരതത്തിൽ എല്ലാ കാലത്തും ധാരാളം മഹാത്മാക്കൾ, സ്ഥിതപ്രജ്ഞന്മാരുണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു പഞ്ഞുമില്ലാത്ത നാടാണ് ഈ ഭാരതം. ഈ ഭാരതം മാത്രമല്ല, പുറത്തുമുണ്ട് മഹാത്മാക്കള്. ഭാരതത്തിന് കുത്തകയൊന്നുമല്ല സ്ഥിതപ്രജ്ഞന്മാരെന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ എവിടെയൊക്കെ ഈ ഒരു എന്താ പറയുക, മൗലികമായിട്ടുള്ള ഈ സത്യാന്വേഷണ ചിന്ത ആരിലൊക്കെ ഉണ്ടോ അവരൊക്കെ ഈ ഒരു അവസ്ഥയെ പ്രാപിച്ചിട്ടുള്ളവരാണ്. അവർക്കൊക്കെ ഈ ഒരു ഇത് അവകാശപ്പെടാവുന്നതാണ്. അങ്ങനെ എത്രയോ മഹാത്മാക്കൾ എല്ലാ ലോകത്തും ഉണ്ട്, എല്ലാ ദേശത്തും ഉണ്ട്. പക്ഷെ ഇവിടെ കൂടുതലായിരിക്കും, കാരണം ഇത് ആധ്യാത്മിക ഭൂമിയാണ് ഭാരതം. അതുകൊണ്ട് ഇവിടെ ഇഷ്ടംപോലെ മഹാത്മാക്കളാണ്. കാരണം അവർക്ക് അതിനുള്ള വളക്കൂറുള്ള മണ്ണാണിത്. ധാരാളം അതിനുള്ള സാഹചര്യങ്ങളുള്ളവരാണ്. മറ്റത് ഭൗതികതയുടെ ലോകമാണ്, വിഷയാസക്തിയുടെ ലോകമാണ് ബാക്കി പാശ്ചാത്യ ദേശങ്ങളൊക്കെ. അവിടെ ഇതുപോലെ ഒരു അന്തർമുഖനായി തീരുക, ഒരു ആധ്യാത്മികമായിട്ടൊരു താല്പര്യം ഉണ്ടാവുക, സത്യാന്വേഷണ താല്പര്യം ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് തന്നെ അത്ഭുതമാണ് പാശ്ചാത്യ ദേശങ്ങളിൽ. ഇപ്പൊ പക്ഷെ അവിടെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പൊ അവിടെയാണ് നമ്മുടെ ഇവിടുത്തേനേക്കാട്ടിലും കൂടുതൽ ആളുകൾ ഈ ഒരു തലത്തിലേക്ക് ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ഭാരതത്തിന്റെ മാത്രം കുത്തകയൊന്നുമല്ല, എല്ലായിടത്തും ഇഷ്ടംപോലെ മഹാത്മാക്കൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ റയറായിട്ടുള്ള സംഭവമൊന്നുമല്ല, എല്ലാവർക്കും സാധിക്കും. അതിനുള്ള പ്രയത്നം ആദ്യം വേണം, അതിനുള്ള കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാവണം. അതിനുള്ള എന്തൊക്കെയാണോ യോഗ്യതകൾ ആർജിക്കേണ്ടത് ആ യോഗ്യതകൾ ആർജിക്കുക. ആ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളൊരു സ്ഥിതപ്രജ്ഞനായിട്ട് മാറും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അർജുനൻ ചോദിച്ചു, സ്ഥിതപ്രജ്ഞസ്യ കാ ഭാഷ സമാധിസ്തസ്യ കേശവ സ്ഥിതതി കിം പ്രഭാഷേത കിം ആസീത വ്രജേത കിം. സമാധിസ്തസ്യ സ്ഥിതപ്രജ്ഞസ്യ ഭാഷാ കാ. സമാധിസ്ഥനായ, സമാധിയിൽ സ്ഥിതനായിരിക്കുന്ന, ആത്മസ്വരൂപത്തിൽ സ്ഥിതനായിരിക്കുന്ന സ്ഥിതപ്രജ്ഞന്റെ, ബുദ്ധി ഉറച്ചവന്റെ, സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞാൽ പ്രജ്ഞ സ്ഥിതമായവൻ, സ്ഥിരമായവൻ, പ്രജ്ഞ ഉറച്ചവൻ, പ്രജ്ഞയ്ക്കിനി വിക്ഷേപമുണ്ടാകാത്തവൻ, ബുദ്ധി ഉറച്ചവൻ. അവന്റെ ബുദ്ധിയിൽ ദ്വൈതഭാവം, സംശയം, വികല്പം ഉണ്ടാവുകയില്ല. വികല്പരഹിതമായിട്ടുള്ള അവസ്ഥ, നല്ല തെളിഞ്ഞ പ്രകാശം, നല്ല തെളിഞ്ഞ ആത്മബോധം, തത്വബോധം. അങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞസ്യ ഭാഷാ കാ. ഭാഷ എന്ന് പറഞ്ഞാൽ ഇവിടെ അയാളുടെ ലക്ഷണം എന്നർത്ഥം. അയാളെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നർത്ഥം. അല്ലാതെ അയാൾ ഏത് ഭാഷയാ സംസാരിക്കുക, സംസ്കൃതമാണോ, ഹിന്ദിയാണോ, ഇംഗ്ലീഷാണോ, മലയാളമാണോ, തമിഴാണോ എന്നല്ല. നോട്ട് അബൌട്ട് ദ ലാംഗ്വേജ്. അദ്ദേഹത്തിൻ്റെ
പ്രകൃതി, അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ, ലക്ഷണം എന്തൊക്കെയാണ് എന്നാണ്. സ്ഥിതദീഹി കിം പ്രഭാഷേത, സ്ഥിതദീഹി ഈ ബുദ്ധി ഉറച്ച ഇദ്ദേഹം എന്താണ് ഭാഷണം ചെയ്യുക, എന്താണ് സംസാരിക്കുക, എങ്ങനെയാണ് സംസാരിക്കുക എന്നൊക്കെ അർത്ഥം. കിം ആസീത, അദ്ദേഹം എങ്ങനെ ഇരിക്കുമോ, എന്ത് ചെയ്തിരിക്കും, എന്ത് ചെയ്തുകൊണ്ടിരിക്കും എന്നൊക്കെ അർത്ഥം. കിം വ്രജേത, അദ്ദേഹം സഞ്ചരിക്കുമോ, അദ്ദേഹം ഒരു ഭാഗത്ത് ഇരിക്കുമോ സഞ്ചരിക്കുമോ, എന്താണ് ആചരിക്കുക അദ്ദേഹം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കിം പ്രഭാഷേത, കിം ആസീത, കിം വ്രജേത, അദ്ദേഹത്തിൻ്റെ ലക്ഷണങ്ങളും ആചരണങ്ങളും എന്തൊക്കെയാണെന്ന് സാരം. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അദ്ദേഹത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടതായിട്ടുള്ള ലക്ഷണങ്ങളെല്ലാം പറഞ്ഞു തരൂ എന്ന് താല്പര്യം. അപ്പോൾ ഒരു മഹാത്മാവിനെ എങ്ങനെ തിരിച്ചറിയാം, ഇതാണ് ചോദ്യത്തിൻ്റെ സാരം. അപ്പം അതിന് മറുപടിയായിട്ട് ഭഗവാൻ 18 ശ്ലോകങ്ങളിലാണ് ഒരു സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അത് എന്തിനു വേണ്ടി? അത് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്ത് സ്വഭാവമായി മാറാം. ഏതൊന്നാണോ സിദ്ധന്റെ സ്വഭാവം, അത് സാധകന് അഭ്യാസത്തിനുള്ളതാണ്. സിദ്ധന്മാരുടെ സ്വഭാവം സാധകന്മാർക്ക് അഭ്യസിക്കാനുള്ളതാണ്. സിദ്ധന്മാർ എന്ത് ചെയ്യുന്നുവോ അത് കണ്ട് നമുക്ക് പരിശീലിക്കാം. ഒരു ലക്ഷ്യം പ്രാപിച്ച ഒരാൾ ഏത് വഴിക്കാണ് ആ ലക്ഷ്യത്തിൽ എത്തിയിരിക്കുന്നത് എന്ന് അറിഞ്ഞാൽ നമുക്കും ആ വഴി പിന്തുടരാം. അങ്ങനെ അഭ്യസിച്ച് നമുക്കതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവാം. അതിനുവേണ്ടി അർജുനൻ്റെ ചോദ്യം, അതിന് ഭഗവാന്റെ ഉത്തരം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭാഷ്യവും മറ്റുമൊക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനി ഒരു 3-4 ദിവസം ബ്രേക്കാണ്. സ്ഥിതപ്രജ്ഞ ലക്ഷണം വന്നിട്ട് കാണാം. ഞാൻ രാവിലെ പറഞ്ഞു, ഒരു യാത്രയാണ്, മൈസൂർ യാത്രയാണ്. നാളെ മറ്റന്നാ 4 വ്യാഴാഴ്ച തിരിച്ചെത്തും. അപ്പോൾ രാവിലത്തെ ശങ്കരസ്തോത്ര തരംഗിണിയും ഭാഗവതവും മാത്രം എവിടെ ഇരുന്നാലും മുടങ്ങാതെ നോക്കാം. അപ്പോൾ സ്ഥിതപ്രജ്ഞ ലക്ഷണം വ്യാഴാഴ്ച കാണാം. വ്യാഴാഴ്ച തിരിച്ചു വന്ന് ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമയത്തിന് എത്തിയാൽ, എന്തെങ്കിലും തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ വ്യാഴാഴ്ച കാണാം. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു പ്രഭാഷണമുണ്ട് ഇവിടെ പാലക്കാട്, അതുകൊണ്ട് വെള്ളിയാഴ്ച പറ്റില്ല. വ്യാഴാഴ്ച പറ്റിയില്ലെങ്കിൽ ശനിയാഴ്ച ക്ഷമയോടുകൂടി ഇരിക്കാം. ഓം ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പം നാളെ രാവിലത്തെ ശങ്കരസ്തോത്ര തരംഗിണി 6:30 അത് കഴിഞ്ഞ് ഭാഗവതവും ഉടനെ തന്നെ 2 അധ്യായം വായിച്ച് 8 മണിയാകുമ്പോഴേക്കെല്ലാം കഴിക്കും. ഹരി ഓം. ഓർമ്മ വയ്ക്കുക, നാളെ 8 മണിക്ക് വന്ന് നോക്കുമ്പോൾ ലൈവ് കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ കാണാം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി, സുഖനിദ്ര. നാരായണ. ഹരി ഓം.